അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ 2 ദിർഹംസ് കൊണ്ട് എടുക്ക്. റസൂലുള്ളാഹി തങ്ങൾ സഭയോട് ചോദിച്ചു, ഇയാളുടെ ഒരു പുതപ്പും ഒരു ഗ്ലാസും ഒരു വെള്ളം കുടിക്കണ പാത്രം ആരാണെന്ന് വാങ്ങിയത്? ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിന്റെ ആ 2 ദിർഹം തിരിച്ചു തന്നാൽ നിനക്ക് ആ സാധനം ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വേഗം പോയി സാധനം എടുത്തു വന്ന് മുത്തുനബിന്റെ കയ്യിൽ നിന്ന് ആ 2 ദിർഹംസ് വാങ്ങിയിട്ട് വിറ്റ സാധനം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ഗൾഫിക്കോ നാട്ടിക്കോ ഒക്കെ പോകാൻ കടം വാങ്ങിയിട്ടുണ്ടാകും. അത് വീട്ടാൻ മനസ്സ് വേണം, കിട്ടുമ്പോ വീട്ടണം. വിറ്റ സാധനം ഉണ്ടാകും, അത് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വാങ്ങണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന മര്യാദ കണ്ടോ? അത് രണ്ടും തിരിച്ചു വാങ്ങിയിട്ട് അയാളെ കയ്യിൽ ലഗേജിൽ വെച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് താഴ്ന്ന കയ്യുമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണോ അതല്ല ഇപ്പോഴാണോ നിങ്ങളെ മനസ്സിന് സന്തോഷമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മലയാളി മുസ്ലിങ്ങളെ, ഇന്ത്യൻ മുസ്ലിങ്ങളെ, നാം താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ലോകത്തുള്ള മുഴുവൻ മതങ്ങളും ഇസങ്ങളും എല്ലാം നിറഞ്ഞ രാജ്യമാണ്. നാം ഈ രാജ്യത്ത് അഭിമാനമുള്ളവരാണ്. നാം ഈ രാജ്യത്തെ അന്തസ്സുള്ളവരാണ്. നാം ഈ രാജ്യത്ത് ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് രാജ്യസ്നേഹത്തോടു കൂടെ ജീവിക്കണം. മറ്റുള്ള ആർക്കും നമ്മുടെ സാമ്പത്തികമായ ശേഷിയിൽ നിന്ന് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ, നമുക്ക് സദഖ കൊടുക്കാൻ, നമുക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കാൻ, നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ, നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനക്ഷേമകരമായ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ രീതി. അതാണ് താജുൽ ഉലമ ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന പാഠം. യാ റബ്ബ് യാ റബ്ബ്. നേരത്തെ ആരോ BS ആണെന്ന് തോന്നുന്നു. ഉപ്പാപ്പയുടെ കയ്യിൽ ധാരാളം പണം കിട്ടും. അത് എണ്ണി നോക്കാത്തോക്കണ്ടോ? ആ പണം അവിടെ തലയാണന്റെ ചോട്ടിലുണ്ടോ? എത്ര ആളുകൾക്കാണ് ഇത് കിട്ടിയത്? എത്ര ആളുകൾക്കാണ് കിട്ടിയത്? അത് കുടുംബത്തിൽപ്പെട്ടവർക്ക് കിട്ടി. രക്തബന്ധത്തിലുള്ളവരുണ്ട്, വിവാഹ ബന്ധത്തിലുള്ളവരുണ്ട്, സംഘടനാ ബന്ധത്തിലുള്ളവരുണ്ട്. അല്ലാഹു റബ്ബി ആർക്കെല്ലാം കൊടുത്തു? വീടുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവരെ ഉപ്പാപ്പ, കുട്ടികളെ കെട്ടിച്ചയക്കാൻ കഷ്ടപ്പെടുന്നവരെ ഉപ്പാപ്പ സഹായിച്ചു. അങ്ങനെ എത്ര പേർക്ക് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അഭിവൃദ്ധിയാണ്. അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി. ഈ ഉമ്മത്ത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ശേഷി ഉറപ്പുവരുത്തിക്കൊണ്ട് നിൽക്കാൻ അന ഉബാഹിബിക്കും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഹലാലായ രൂപത്തിൽ അധ്വാനിക്കണം. അതുകൊണ്ടാണ് പണം ഉണ്ടാക്കാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മാർഗം അല്ലെ? സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മാർഗമാണ്. ഒന്ന് കച്ചവടം ചെയ്യാം, ബിസിനസ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നിങ്ങൾ ബിസിനസ് ചെയ്യണം. അത്താജിറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. സത്യസന്ധനായ കച്ചവടക്കാരൻ. ആ സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ മഹാന്മാർക്കൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ മംഗലാപുരം ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കി, ഉപ്പാപ്പ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു കച്ചവടം അവിടെ ഏതാണുള്ളത്? മുസ്ലിമീങ്ങളെ കച്ചവടമാണോ? ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ട് 10-60 വർഷം ഉപ്പാപ്പ ഉള്ളാളത്തെ ജീവിച്ചപ്പോൾ ഉപ്പാപ്പയുടെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ബിസിനസ്, വ്യാപാരം, വ്യവസായം അതൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച്. എന്തേ? വലിയ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് സാമ്പത്തികമായ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. താജുൽ ഉലമ ഉപ്പാപ്പ പീടികക്ക് ഉദ്ഘാടനം ചെയ്താൽ ഷട്ടർ വെക്കാൻ വേണ്ടി താക്കോല് തുറന്നു കൊടുക്കൽ, അവിടെ പോയിട്ട് ഉപ്പാപ്പ ദുആ ചെയ്തു. ഈ കച്ചവടം കൊണ്ട്, ഈ ബിസിനസ് കൊണ്ട്, ഈ വ്യാപാരം കൊണ്ട്, ഈ ഫാക്ടറി കൊണ്ട്, ഈ കമ്പനി കൊണ്ട് അല്ലാഹ് എത്ര ആളുകൾക്ക് സുബ്ഹാന ജല്ല ജലാലു. നിങ്ങൾ വിചാരിച്ചോ ഉപ്പാപ്പ വെറും പള്ളിക്ക് ഉച്ചരിക്കാനും കിബില മാറി തിരിച്ചാനും മാത്രം പോയിട്ടുള്ളൂ? നമ്മൾ മനസ്സിലാക്കണം, ഉപ്പാപ്പ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഒരു കച്ചവടത്തിനും മറ്റൊക്കെ വന്ന് ചോദിച്ചാൽ അത് എപ്പോഴാണ് പീടിക തുറക്കേണ്ട സമയം, ഏത് ദിവസം നല്ലത്, ഏത് മാസത്തിലാണ് നല്ലത്, അതൊക്കെ കൃത്യമായി കൊടുക്കാണ്. ദിവസം, മാസം, സ്ഥലം, സമയം, അതിനൊക്കെ പ്രത്യേകതകളുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുന്നവരെ കൂടെ നിൽക്കണ്ട. എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. ഏതിനാ പ്രത്യേകത? ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ടല്ലോ. അല്ലാഹു റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമും ചേർന്നുള്ള ആ യാത്രയിൽ, അല്ലേ, ആ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ
ഒരു സ്ഥലത്തെത്തി. റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇവിടെ ഇറങ്ങ, ഒരു 2 റക്അത്ത് നിസ്കരിച്ചോളി. ഒരു 2 റക്അത്ത് നിസ്കരിച്ചോളി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ഉമ്മത്തിന് പഠിക്കാനാണ് ആ ചോദ്യോത്തരമൊക്കെ. എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? അപ്പൊ പറഞ്ഞു, ഇത് ബത്ലഹം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചിരിക്കുന്ന മണ്ണാണിത്. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. ഇവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. ആ ഈസാ നബി ജനിച്ച സ്ഥലത്തിന് അതിന്റെ പേരിൽ ഒരു വല്ലാത്ത പ്രത്യേകത. അതൊരു ഇബാദത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ അനുസ്മരിക്കപ്പെടണം. അതാ മുത്തനബി 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ഓരോ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. ആസാറുമുണ്ട്, ശിആറുമുണ്ട്. ആസാറുമുണ്ട്, ശിആറുമുണ്ട്. അത് മുത്തനബി ഇവിടെ കാണിച്ചു തന്നത് കാണാം. അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിസ്കരിച്ചു. മറ്റൊരു സ്ഥലത്ത് ചെന്നു. റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ചോളി നബിയെ. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇത് മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കൊടുത്ത സ്ഥലമാണ്, തൂർ സീനാ പർവ്വതം. ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. കണ്ടങ്ങൾ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്ന ശിആർ ദീനിന്റേത്. ദീനിന്റെ ശിആർ ഒരു മലയാകാം, ഒരു മണ്ണാകാം, വെള്ളമാകാം, ഏതുമാകാം. പണ്ട് ഇബ്രാഹിം മക്കാം അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച വന്നിരുന്നു ഇത്രേ പഴയ കാലത്ത്. സെലഫീസൊക്കെ ഇങ്ങനെ കയറി വന്ന കാലത്ത്. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ, മക്കയിലെ ഏറ്റവും വലിയ 4 മദ്ഹബിൽ ഫത്വ കൊടുക്കുന്ന വലിയ മഹാനായ മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുത്ത് കേസെത്തി. ബഹുമാനപ്പെട്ടവർ ആ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഇബ്രാഹിം മക്കാം മാറ്റണം നിങ്ങൾക്ക്. എന്നാൽ ഏറ്റവും നല്ലത് അതിന്റെ അടിസ്ഥാനം മാറ്റലാണ്. അതേതാ മാറ്റേണ്ടത്? വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന് ഖുർആനിലുണ്ട്. ആദ്യം ഖുർആനിലെ ആയത്ത് മാറ്റിയിട്ട് വരും, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി മാറ്റലുക. ആ ആയത്ത് ഖുർആനിലുള്ള കാലത്തോളം ഇബ്രാഹിം മഖാം അത് നിസ്കാരം നിലനിർത്തിക്കൊണ്ട് അവിടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയണ്ട, മുത്തുനബിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണ്ട, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അതല്ല മാറ്റേണ്ടത്. വറഫഅനാ ലക ദിക്റക എന്ന് ഖുർആനിലുണ്ട്, അത് മാറ്റിയിട്ട് വരും. അത് അള്ളാഹ് പ്രഖ്യാപിച്ച കാര്യമാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ പേര് ഇങ്ങനെ ഉയർന്നു നിൽക്കും. അത് മഹ്ശറിലും ഉയർന്നു നിൽക്കും, അത് സ്വർഗത്തിലും ഉയർന്നു നിൽക്കും. അല്ലാഹു തആല പ്രഖ്യാപിച്ച കാര്യമാണ്. ബിദ്അ പ്രസ്ഥാനക്കാർ ഈ ഉമ്മത്തിനെ വഴിതെറ്റിച്ചപ്പോൾ താജുൽ ഉലമയുടെ നേതൃത്വം, ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരാം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഉമ്മമാരെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അവരവർ താമസിക്കുന്നത് 2 സെന്റാണോ കാലിയുള്ള സ്ഥലം, അവിടെ ഒരു ചെറിയ ചെടി നട്ടു. ഏത്? ഇപ്പൊ നമ്മളെ പരിഷ്കാരത്തിന്റെ പേരിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികളുണ്ടല്ലോ, എന്താ അതിന് പറയാ? ഒന്ന് ബുഷ്, പിന്നെ മറ്റെന്താ ട്രംപ്, കരുവന്തുരുത്തിയിലെ തങ്ങൾ പാപ്പി മൂപ്പര് പറഞ്ഞത് ഒന്ന് ട്രംപ് ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, യാതൊരു ഫായിദയും, ഒരു ഫായിദയില്ല. സ്ഥലം മുടക്കുക, ഇങ്ങനെ കാഴ്ചക്ക് ഇങ്ങനെ പറ്റും. ഇപ്പൊ ഗസയിലും ബാക്കിയുള്ളതൊക്കെ യുദ്ധം നടക്കുന്നിടത്ത് ഈ ഐക്യരാഷ്ട്രസഭ വലിയ വലിയ നേതാക്കളുണ്ടല്ലോ, കാഴ്ചക്ക് ഇങ്ങനെ വെക്കാന്ന് അല്ലാതെ ഉപകാരത്തിന് വല്ലതും ഉണ്ടാവും എന്ന മരത്തിനാണ് ഈ ചെടികളൊക്കെ. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടു നിൽക്കാം, ഒരു ഉപകാരം. ഏറ്റവും ചുരുങ്ങിയത് ചെടികൾ ചെയ്യുന്നത്, ഇലകൾ ചെയ്യുന്നത് വായു ശുദ്ധീകരിക്കാം. വായു ശുദ്ധീകരിക്കലാണ് ഇലകളെ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ ബുഷ് ചെടികളൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ ഒരു സൈസ് കൃത്രിമമാണ്. അത് ഒരു വായു ശുദ്ധീകരണത്തിൽ ഒരു പങ്കാളിത്തമല്ല. നിങ്ങൾക്കത് മനസ്സിലാകണം. ഇല കണ്ടാൽ ഭക്ഷിക്കുന്ന ജീവിയാണ് ആര്? ഇല കടിച്ചു തിന്നുന്ന ജീവിയാണ് ആര്? അത് ഓർമ്മയില്ലെങ്കിൽ അല്ലാഹു. മദ്രസന്ന് മുഫത്തിഷ് ചോദിച്ചേ, സ്കൂളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. ഇപ്പൊ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങളിവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്. പിന്നെ അതിന് 2ഉം 13 ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. മാതിരി മുങ്ങാൻ തീരുമാനിച്ചിരുന്നിട്ട് കാര്യമില്ല. ആടിനെ വിളയിലിറക്കിയ മാതിരി എന്ന് പറയാം. ഒരാട് ഇല കണ്ടാൽ അപ്പൊ ഇതുമൊന്നൊന്ന് കടിച്ച്, അയിമൊന്നൊന്ന് കടിച്ച്, അയിമൊന്നൊന്ന് കടിച്ച്, അയിമൊന്നൊന്ന് കടിച്ച്, അങ്ങനെ ആട് പോവുക. ഈ പുതിയ ചെടികളിലേക്ക് ആടിനെ വിട്ടുനോക്കി ഒറ്റ ആടും ഒരലിയും കടിക്കൂല. ആടിനറിയാം ഇത് ഈ ബുഷും ട്രംപുമാണ്, ഒരു ഉപകാരം ഇതിനെ കൊണ്ട് കിട്ടില്ല. ആട് പോലും കടിക്കാത്ത ഇല ഉണ്ടല്ല, അതിങ്ങനെ വലിയ പൂന്തോപ്പാക്കി വെച്ചിട്ട് ഒരു ഉപകാരമില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഒതു ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൈപ്പ് പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പുറത്തെ പൈപ്പിൽ ഒതു കൊടുത്താൽ ഒഴുകിപ്പോണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഉണ്ടാകുന്ന പച്ചക്കറിയാണ് ഏത്? ഗോവക്ക. വളഞ്ഞ ഒരു പച്ചക്കായില്ലേ, ചെറിയ ഗോവക്ക. കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിരമായിട്ടുണ്ടാക്കുന്ന അരിഷ്ടങ്ങളിൽ 82 എണ്ണമാണ്.
ദശമൂലാരിഷ്ടം, വാശാരിഷ്ടം, കനകാസവം എന്നൊക്കെ പറഞ്ഞിട്ട് 82 അരിഷ്ടത്തിലും ചേർക്കുന്ന സാധനമാണ് കോവക്ക. അത്ര ഔഷധ വീര്യമുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് വളമോ ഒരു നാടൻ വളമോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. പച്ചവെള്ളം ഒഴുകിപ്പോകുന്നിടത്ത് ആ സാധനം ഉണ്ടാകും. നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ ബാക്കി വന്നതെന്ന് വെക്കാം. ഒരു ഗുഡ്സ് കയറ്റിയിട്ട് കോട്ടക്കാട് വിറ്റാൽ മതി. ആയുർവേദശാലക്കാർ പൈസ തോന്നും. ഏത് ഉമ്മാക്കാണ് ഒരു ഗോവക്കന്റെ ചെടി, ഒരു വള്ളിയാണ്, ചെറിയൊരു വള്ളി, അതൊരു 4 നട്ടുപിടിപ്പിച്ചിട്ട് ഒരു 4 തെങ്ങിന്റെ വട്ടങ്ങനെ വെച്ചിട്ട് അതേ പടുത്തിട്ട് ഉണ്ടാക്കാൻ ആർക്കാ സാധിക്കാത്തത്? ഉമ്മമാരെ, ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നത്, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കല്യാണം ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകട്ടെ. വരുമാനം ഗവൺമെന്റിന് കാത്തു നിൽക്കണ്ട, വരുമാനം വേറെ എവിടെന്നെങ്കിലും കാത്തു നിൽക്കണ്ട. വാപ്പ വാങ്ങി തന്ന വീടിന്റെ ചുറ്റുഭാഗത്തെ 10 സെന്റ് 20 സെന്റ് 30 സെന്റ് 1 ഏക്കർ നമ്മുടെ ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്തിട്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെയൊക്കെ പറമ്പിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആ താളിപ്പിന്റെ ഇല ഉണ്ട്, എന്താ പറയാ, ഇന്ന നാട്ടിലൊക്കെ ചീര ഇല എന്നാ പറയാ. നമ്മളെന്താ പറയാ, ആ ചീര എത്ര സൈസ് ഉണ്ട്? ചുവപ്പുണ്ട്, പച്ചയുണ്ട്. അതെ ഇല്ലേ? ഇപ്പത്തെ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ആ കേസ് വരൂല. രണ്ടും ഉണ്ടാക്കിയാൽ നമ്മൾ അതാണ് ഇതുകൊണ്ടൊന്നും പറയില്ല, രണ്ടും അവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പൊ 2 ഇല്ലേ? ഈ ചീരയില എത്ര ദിവസം കൊണ്ട് പറിക്കാനാകും? അതാണ് നമ്മൾ നോക്കേണ്ടത്. പച്ച ചീരയാണെങ്കിൽ 28ാമത്തെ ദിവസം പറിക്കാം. ചുവപ്പ് ചീരയാണെങ്കിൽ എന്ത് ചെയ്യാം? 32ാമത്തെ ദിവസം പറിക്കാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ പറമ്പിൽ നമ്മൾ ചീര നടി, എന്നിട്ട് നമുക്ക് ആവശ്യമായത് എടുത്തിട്ട് ബാക്കി ഒരു 4 പറിച്ചിട്ട് ഇങ്ങനെ റബ്ബർ കെട്ടിടുക. അങ്ങനെ 1 റുപ്യക്ക് 2 റുപ്യക്ക് 5 റുപ്യക്ക് അസർക്ക് അവിടെ വിൽക്കാൻ വെച്ചാൽ മഗ്‌രിബ് ആകുമ്പോഴത്തേക്കും ഒക്കെ വിറ്റ് ചെലവാകും. മോളെ, നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവണോ? ഉമ്മ, നിന്റെ കയ്യിൽ പണം ഉണ്ടാകണോ? അഭിമാനത്തോടു കൂടെ ജീവിക്കണോ? അന്തസ്സോടുകൂടെ ജീവിക്കണോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് അധ്വാനിച്ച വരുമാനം, കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടിയ ഭക്ഷണം, അതാണ് ഏറ്റവും മുന്തിയ ഭക്ഷണം. ഏറ്റവും മുന്തിയ ഭക്ഷണം കൈകൊണ്ട് അധ്വാനം. നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആഖിറത്തിൽ അഭിമാനിക്കണം. എരന്ന് ജീവിക്കവന്റെ മുഖത്ത് നാളെ മഹ്ശറാബൻ സഭയിൽ വരുമ്പോൾ മാംസം ഉണ്ടാകൂല, എല്ലും തൊലിയുമായി എല്ല് പൊന്തി നിൽക്കുന്ന ആളായിട്ടായിരിക്കും അവൻ വരുന്നത്. അങ്ങനത്തെവരെ കാണിച്ചു കൊടുത്തിട്ട് അഭിമാനിക്കാൻ പറ്റുമോ മുത്തനബിക്ക്? നാളെ അള്ളാഹുവിന് മുമ്പിൽ നമ്മളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അഭിമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുത്തനബിക്ക് അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് ചീര ഉണ്ടാക്കാം, നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മീൻ വാങ്ങാം, നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മാംസം വാങ്ങാം. നല്ല ആരോഗ്യമുള്ളവനാവണം. രണ്ടാമത് ആരോഗ്യത്തിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, താജുൽ ഉലമ ഉപ്പാപ്പ വെറുതെ നിൽക്കുന്ന പലരെയും ജോലിയില്ലാതെ നിൽക്കണം മൊയ്ലാരി. ഉപ്പാപ്പാക്ക് ഇഷ്ടമല്ലല്ലോ. തങ്ങൾ പറയട്ടെ, ജോലി ഇല്ല എന്ന് പറഞ്ഞു എന്താണ് എനിക്ക് ജോലി ഇല്ലാത്തത്? പോയി ജോലി ചെയ്യടാ. എന്താ ആ പറഞ്ഞതിന്റെ ഒരു ആഹ്വാനത്തിന്റെ ഒരു ശക്തി? ആ പോക്കാണ് പോയാൽ മതി. പോണ പോക്ക് തന്നെ ജോലി കിട്ടും, പോണ പോക്ക് തന്നെ ജോലി കിട്ടും. ഉപ്പാപ്പ പറഞ്ഞിട്ട് കച്ചവടം തുടങ്ങിയ എത്ര മുതലാളിമാരുണ്ട് ഇവിടെ? ഉപ്പാപ്പ തുടങ്ങിയിട്ട് ഫാക്ടറി തുടങ്ങിയിരിക്കുന്ന എത്ര കോടീശ്വരന്മാരുണ്ട് ഇവിടെ? ഉപ്പാപ്പന്റെ ഒരു വാക്കുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി. താഴ്ന്നവനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക, അധപ്പതിച്ചവനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, എരപ്പനെ മാന്യനാക്കുക. കച്ചവടം അറിയുന്ന ആള് കച്ചവടം ചെയ്യണം, കൃഷി അറിയുന്ന ആള് കൃഷി ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നല്ല കച്ചവടക്കാരൻ സ്വർഗത്തിലാണ്, നല്ല കൃഷിക്കാരൻ. എത്രയാണ് ഖുർആൻ പഠിപ്പിച്ചത്? കൃഷിയെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. കൃഷിക്ക് പ്രധാനമായ ആവശ്യം എന്നല്ല, ലോകത്തിന് മുഴുവനും പ്രധാന ആവശ്യമായ വെള്ളം. ദിവസം നമ്മളോട് ഓതാൻ പറഞ്ഞ സൂറത്തുകളിൽ ഒരു സൂറത്ത് ഏതാണ്? സൂറത്തുൽ വാഖിഅ. എല്ലാ ദിവസവും ഓതാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സൂറത്ത് ഏതാ? സൂറത്തുൽ വാഖിഅ. വാഖിഅ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയാണ്, നമ്മുടെ ഭക്ഷണത്തിന്റെ അഭിവൃദ്ധിയാണ്, നമ്മുടെ പാർപ്പിടത്തിന്റെ അഭിവൃദ്ധിയാണ്, നമ്മുടെ കാലാവസ്ഥയുടെ അഭിവൃദ്ധിയാണ്, നമ്മുടെ പരിസ്ഥിതിയുടെ അഭിവൃദ്ധിയാണ്. നോക്കൂ നിങ്ങൾ, പരിസ്ഥിതിയെ കുറിച്ച് സംസാരിച്ച അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. നമ്മുടെ ഭക്ഷണത്തെ കുറിച്ച് സംസാരിച്ച അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. നമ്മുടെ വെള്ളത്തെ കുറിച്ച് സംസാരിച്ച അധ്യായമാണ്, നമ്മുടെ കൃഷിയെ കുറിച്ച് സംസാരിച്ച, നമ്മുടെ വായുവിനെ കുറിച്ച് സംസാരിച്ച. ഈ വായുവും വെള്ളവും ഒക്കെ സമൃദ്ധമായി നിലനിൽക്കുന്നതിന് ആവശ്യമായ വൃക്ഷങ്ങളും മരങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന തീയും വിറകും ഇതൊക്കെ സംസാരിച്ച അധ്യായമാണ് ഏത്? സൂറത്തുൽ വാഖിഅ. എന്നിട്ട് മുത്തനബി പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈല,
എല്ലാ രാത്രിയിലും നിങ്ങൾ ഇദാ വഖഅത്തി ഓതിക്കോ, നിങ്ങൾക്ക് പട്ടിണിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. താജുൽ ഉലമയുടെ ജീവിതത്തിൽ വാഖിഅ സൂറത്ത് ഓതാത്ത ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവില്ല. വാഖിഅ സൂറത്ത് ഓതാത്ത ഒരൊറ്റ ദിവസം. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ വാഖിഅ സൂറത്ത് യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ അധികവും മഗ്‌രിബിക്ക് മുമ്പ് തന്നെ ഓതും. എന്തുകൊണ്ട്? ഒരു സ്ഥലത്ത് എത്തിയാൽ, അവിടെ എത്തിയാൽ മഗ്‌രിബ് നിസ്കരിച്ചാൽ ചിലപ്പോൾ എന്താകും, ആളുകളൊക്കെ തിക്കും തിരക്കും പിന്നെ ഇതൊക്കെ തുടങ്ങലൊക്കെ ആകും. അല്ലേ? അല്ലാഹു റബ്ബി. ഉപ്പാപ്പ വാഖിഅ സൂറത്ത് ഓതാത്ത ഒരു ദിവസം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട്, പ്രസ്ഥാന കുടുംബത്തിലെ ആളുകളോട്, ഗൾഫ് രാജ്യത്തിലടക്കം, ഇവിടുന്ന് ഗൾഫിക്കാണ് പോയി ജോലി ഇല്ലാതെ ഈസ്റ്റ് വെസ്റ്റ് നടക്കുകയാണ്. എങ്ങനെ ജോലിയില്ല? ജോലി ചെയ്യണം, ഇന്ന ജോലി എന്നുള്ള കണക്കില്ല. പിന്നെ നമ്മൾ ചെയ്യാതെ എങ്ങനെ നടന്നാൽ, നമ്മളെ നിലമ്പൂര് മജ്മഅയിൽ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, ഒരു ജോലി എന്ത് ജോലിയാ അറിയാം, ഏത് ജോലി എടുക്കാം, അങ്ങനത്തെ ഒരു പണിക്കും പറ്റൂല. ഒരു ജോലി അറിയില്ല എന്നുള്ളതിന്റെ മറുപടിയാണ് എന്ത് ജോലിയും ചെയ്യാന്ന്. ജോലി അറിയുന്ന ആള് ഞാൻ ഡ്രൈവറാണ്, ഞാൻ അക്കൗണ്ടന്റ് ആണ്, ഞാൻ റിസപ്ഷനിലാണ്, ഞാൻ കമ്പ്യൂട്ടറാണ്, എനിക്ക് ഇന്നത് അറിയാന്ന് പറയും. എല്ലാ പണിയെടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പണിക്കും പറ്റൂല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയണ ഒരു പണി പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് പൊറാട്ട പണി അറിയാം. എന്നാ രാവിലെ നേരത്തെ നീച്ച് പൊറാട്ട ഇടുന്നവരത്തേക്ക് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് കുഴക്കാനേ അറിയാം. അപ്പൊ എന്നാ വിചാരിച്ചു അയാൾ മാവ് കുഴച്ചാൽ മറ്റേ ആൾ വീസും ചെയ്താൽ ഇപ്പം ചൂടാലും. അപ്പം നോക്കുമ്പോ ഇയാൾക്ക് കുഴക്കാൻ അറിയാൻ അറിയാം, കറി പറഞ്ഞ് കുഴക്കാനേ അറിയാം. അതാ പൊറാട്ട പണി അറിയാം. ഒരു 4 പൊറാട്ട ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കുഴക്കാൻ അറിയാം. ഇങ്ങനെ പണിയും ചോദിച്ചു നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഈ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നിന്നാൽ ഇന്ന് ആരെങ്കിലും ഒക്കെ ഓശാന കിട്ടിയ സദക്ക കിട്ടും. നാളെ എവിടുന്ന വേറെ കിട്ടാൻ സദക്കയും ചോദിച്ചു നടക്കലില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നത് ഈ ഉമ്മത്ത് ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട ഉമ്മത്തിയല്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ഖുർആൻ സ്വർഗ്ഗത്തിന് പേര് വെച്ചതിനെന്താ? ജന്നാത്ത്, തോട്ടങ്ങൾ അല്ലേ? ജന്നത്ത് തോട്ടം, ജന്നാത്തുൻ തോട്ടം, പൂന്തോപ്പ്, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇല്ലേ? അല്ലാഹു റബ്ബി 44 നദികൾ ഒഴുകുന്ന സ്ഥലമാണ് കേരളം. 6 ലക്ഷം കിണറുകളുള്ള രാജ്യമാണ് കേരളം. 2 ലക്ഷം കുളങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തീർത്തു, ഒക്കെ നശിപ്പിച്ചു പോയി. ജലസംഭരണി കൊണ്ട് സമ്പൽ സമൃദ്ധമായ കേരളത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എന്തിന് ഫക്കീറാവണം? നാം എന്തിന് കൈ കാണിച്ച് ജീവിക്കുന്നവരാവണം? ഏതെങ്കിലും മഹാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പണക്കാരനായ മുതലാളിയായ തങ്ങളല്ലേ? ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ വാളക്കുളം അബ്ദുൽ ബാരി മൊയ്‌ലി പാപ്പ സമസ്തയിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആളാ. നല്ല പണക്കാരനല്ലേ? അല്ലാഹു റബ്ബി ആ കസേരയിൽ, സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ദീർഘകാലം ഇരുന്ന് നേതൃത്വം നൽകിയ ഏക മഹാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം നേതൃത്വം നൽകിയ മഹാനാരാണ്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ. ആരോടും സദക്ക വാങ്ങാനും ആരോടും സക്കാത്ത് വാങ്ങാൻ ഏതായാലും അഹ്ലുൽ ബൈത്തിന് പറ്റൂല. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ നമുക്ക് പഠിപ്പിച്ചെന്ന് കാണണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോക മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിരാരാണ്? മുതലാളിത്ത വ്യവസ്ഥിതിയാണ്. ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ തരം താഴ്ത്തുന്ന ആരാണ്? ലോക മുതലാളിത്ത ലോബിയാണ്. എന്തുകൊണ്ട്? മുതലാളിത്തത്തിനെതിരെയാണ് ഇസ്ലാം. പണം പണം നിങ്ങളെ പേഴ്സിൽ നിന്ന് അടുത്ത ആളിലേക്ക്, അയാളിൽ നിന്ന് അയാളിലേക്ക്, അയാളിൽ നിന്ന് അയാളിലേക്ക് നാം പണം ഉണ്ടാക്കണം, കൊടുക്കണം, ഉണ്ടാക്കണം, കൊടുക്കണം, ഉണ്ടാക്കണം, കൊടുക്കണം. പക്ഷേ സ്വന്തം ജീവിതത്തെ പറ്റി ഓർത്തുകൊണ്ട്, സ്വന്തം മക്കളെ പറ്റി ഓർത്തുകൊണ്ട് ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സ്വത്ത് മുഴുവനും ഞാൻ സദക്ക ചെയ്താലോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ സ്വത്തിന് 3 ഓഹരിയത്തിൽ 2 ഭാഗം സദക്ക ചെയ്താലോ? വേണ്ടാന്നു. റസൂലുള്ളാഹി തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്റെ സ്വത്ത് പകുതിയാക്കിയിട്ട് ഞാൻ പകുതി സദക്ക ചെയ്താലോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ടാന്നു. നബിയെ, എനിക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, അപ്പൊ ഞാൻ പകുതി സദക്ക വേണ്ടാന്നു. 3-1 സദക്ക ചെയ്യാന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് തന്നെ ധാരാളമാണ്.
അത് തന്നെ ധാരാളമാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനത്തെ രംഗത്ത് പലപ്പോഴും മുത്തനബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മക്കളോ പേരമക്കളോ അവരൊക്കെ യാചകരായി ജീവിക്കലല്ല, വാപ്പ ഉണ്ടാക്കി വെച്ച സ്വത്ത് കൊണ്ട് മക്കൾ അഭിവൃദ്ധിയിൽ ജീവിക്കട്ടെ, അവരും ബിസിനസ് ചെയ്യട്ടെ. അതാണ് ഇസ്ലാം ഇഷ്ടപ്പെടുന്നത്. ഈ മുസ്ലിം ഉമ്മത്ത് നല്ല അഭിമാനമുള്ള ഉമ്മത്താവണം, നല്ല അന്തസ്സുള്ള ഉമ്മത്തികളാവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ താജുൽ ഉലമയുടെ പ്രവർത്തകരെ വീട്ടിന്റെ അകത്തളങ്ങളിൽ വീട്ടിന്റെ പുറത്തും സ്ത്രീക്കും പുരുഷനും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് പലതരത്തിലുള്ള കൃഷികളും ഏർപ്പാടുകളും. ഹബീബായ റസൂലുള്ളാഹ്, ഞാൻ ഇന്നാളെ ഒരു മഹല്ലത്തിൽ ചെന്നപ്പോ അവിടെ പെണ്ണുങ്ങളൊക്കെ ഈ തുന്നൽ പണിയാണ്. എല്ലാ സ്ത്രീകളും വലിയ സന്തോഷം അവിടെ ചെന്നപ്പോൾ. എന്താണ്? തുണിക്കടകളിലുള്ള മാക്സി, തുണിക്കടയിലുള്ള സ്ത്രീകൾ ഇടുന്ന അടിപ്പാവാട, അതൊക്കെ അടിച്ചു കൊടുക്കുന്നത് ആരാ? അടിച്ചു കൊടുക്കുന്നത് സ്ത്രീകൾ. അല്ലാഹു റബ്ബി, നല്ല പാവാടക്കും മാക്സിക്കൊക്കെ ഉള്ള തുണി വെട്ടിയിട്ട് വീടുകളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കും. ഒരു മാക്സി അടിച്ചാൽ ഇത്ര രൂപ, ഒരു പാവാട അടിച്ചാൽ ഇത്ര രൂപ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഏർപ്പാടുകൾ ചെയ്യാൻ ഏതെല്ലാം ഉണ്ട്. ഈ ഉമ്മത്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം. നിങ്ങൾ വിചാരിച്ചു കൂറ്റമ്പറസ്ത സമ്പത്തുമ്പോ തന്നെ കൂടിയിരിക്കണ്, നമ്മളങ്ങനെ കൈ കാണിച്ച് നിൽക്കേണ്ടവരല്ല. ഈ ഉമ്മത്തിന് ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ. താജുൽ ഉലമ ഉപ്പാപ്പ അന്തസ്സോട് കൂടെ ജീവിച്ചേ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അന്ന് പറഞ്ഞല്ലോ, അംബാസഡർ കാറില് ആരാടാ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ വരുന്ന മുതലാളി വളർന്നത്? ആ ചോദ്യമാണ് ചോദിക്കണമെങ്കിൽ. ഉപ്പാപ്പ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത് ഉപ്പാപ്പ? ഒരു മഹല്ലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താ ഉപ്പാപ്പ വേണ്ടത് എന്ന് ചോദിച്ചൊരു മൊയ്യാരി, ഒരു കാര്യമായ ഒരു ഉസ്താദ് ചോദിച്ചു ഉപ്പാപ്പാനോട്, ഞാനൊരു മഹല്ലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. വേണ്ടതോ, ഞാൻ ഉള്ളാളത്തെ എത്ര വർഷമായി എന്നറിയാം, ഒരു കാല് വണ്ടിയിലും ഒരു കാല് ഉള്ളാളത്തും, അങ്ങനെയാണ് എൻ്റെ. അന്തസ്സിനും അഭിമാനത്തിനും ഇസ്സത്തിനും പറ്റൂല എന്ന് തോന്നിയാൽ അപ്പൊ നാട്ടിലുള്ള വണ്ടിയാണ് കയറും. അതിനുള്ള പൈസ എപ്പോഴും ബെൽറ്റിൽ വേണം. പാപ്പാന്റെ വലിയൊരു നിർദ്ദേശം, നാട്ടിക്ക് പോരാ, പിരിച്ചു വിട്ടിട്ട് പിന്നെ അവിടുന്ന് പിന്നെ കടഞ്ഞു വെച്ചിങ്ങാണ്ട് ഇങ്ങനെ പോരാ, ടോർച്ച് മുറുക്കി നിൽക്കലല്ല. ഉപ്പാപ്പ നമുക്ക് മാതൃക കാണിച്ച്, സാധാരണ ഉപ്പാപ്പ ഷറഫുൽ മുഴുവൻ ഓതി എന്നുള്ളത് നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. ഉപ്പാപ്പ നമുക്ക് കാണിച്ചെന്ന ഒരുപാട് മാതൃകകളുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്, ഓർത്തു നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ. രണ്ടാമത്തത്, സാമ്പത്തികമായ അഭിവൃദ്ധിക്കൊപ്പം നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നെന്താ? അള്ളാഹുവിന്റെ റസൂലിനോട് പലപ്പോഴും സ്വഹാബാക്കൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വന്ന് ചോദിച്ചു, നബിയേ, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരുമോ? ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരുമോ നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോ. ആരോഗ്യം ഉണ്ടാകണം, നല്ല ആരോഗ്യമുള്ള. എന്താണ് ഹദീസ് ഉസ്താദുമാരെ വിളിക്കുന്നത്? അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഹെൽത്തിയായ മുസ്ലിം, ആരോഗ്യവാനായ മുസ്ലിം, അതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. ആരോഗ്യവാനായ മുസ്ലിം, അതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. എന്തുവാണ് ആരോഗ്യം ഉണ്ടാവാൻ? അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഹലാലായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഖുർആൻ പറയുന്നുണ്ട്, ഹലാലൻ ത്വയ്യിബ, ഹലാലും ത്വയ്യിബ. ആ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടിയതൊക്കെ കഴിക്കലല്ല, കിട്ടിയതൊക്കെ കഴിക്കലല്ല. പിന്നെയോ എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? അൽ മഅദതു ഹൗദുൽ ബദനി, ആമാശയം ശരീരത്തിന്റെ ടാങ്കാണ്. ആ ടാങ്കിലേക്ക് നിങ്ങൾ എന്താണ് നിറക്കുന്നത് എന്ന് നോക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, നിറച്ച പാത്രത്തിൽ ഏറ്റവും ശർറായത് നിങ്ങളെ ബത്തനാണ്, നിങ്ങളെ വയറാണ്. വയറ്റിലേക്ക് എന്താണ് നിറക്കുന്നത് എന്ന് നോക്കണം. കിട്ടുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കാനല്ല. അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കാൻ മര്യാദകൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നല്ല ഭക്ഷണം അത് എത്ര കഴിക്കണം, എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, അതാ മുത്തനബി പഠിപ്പിച്ചത്. ആരോഗ്യമുള്ളവരായിരിക്കണം മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. അതാണല്ലോ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ എന്റെ ഉമ്മ പെങ്ങന്മാരോടക്കം ഓർമ്മപ്പെടുത്തട്ടെ, ആരോഗ്യം വേണം. ആരോഗ്യത്തിന്
ഈ വാഹനങ്ങളൊക്കെ തുരുതുരാ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, എല്ലാത്തിൻ്റെയും പുകയൊക്കെ കൂടെ. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കയ്യും വീശിയിട്ട് ഇങ്ങനെ നടന്നാൽ ആരോഗ്യം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. ആണോ? ഡോക്ടർ നടക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് സ്ഥാപനത്തേക്ക്. ഞാൻ ചിലപ്പോൾ സുബൈക്ക് നേരത്തെ നീച്ചിട്ട് നടക്കും. പണ്ടൊക്കെ ഞാൻ നടക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ അടുത്ത കാലത്തായിട്ട് ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അർജന്റിൽ, ഞാൻ വിചാരിച്ച മരിച്ചേ പറയാൻ പോവുകയാണാവുക. അപ്പൊ നോക്കുമ്പോ ഡോക്ടർ നടക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നത്, എന്തേ നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ 7 പ്രാവശ്യം നടന്നുപോയി. വീടിനെ വലയം ചെയ്ത് നടന്നാൽ വീട്ടിന്റെ പരിസരത്തുള്ള നല്ല പച്ച ഇലകളൊക്കെ രാവിലെ ആ ചെറിയൊരു മന്ദമാരുതനുണ്ട്, ഒരു കാറ്റല്ല. കാറ്റ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം കടപഴകി വീണതാണ്. മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ശീതള, ഓരോരുത്തർക്ക് പറ്റിയ, രോഗിക്ക് പറ്റിയത്ര രോഗിക്ക്, കുട്ടിക്ക് പറ്റിയത്ര കുട്ടിക്ക്, വയസ്സിന് പറ്റിയത്ര വയസ്സിന്, മൃഗങ്ങൾക്ക് പറ്റിയത്ര മൃഗങ്ങൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കും കണക്കാക്കി കൊടുക്കണേ. അതിനെ പറ്റിയാണ് മന്ദമാരുതൻ എന്ന് പറയാം. അതാണ് ഒരു വസന്തം. ആ വസന്തത്തിൽ ഇങ്ങനെ ആ കാറ്റും കൊണ്ട് ഇങ്ങനെ നമ്മളെ വീടിന്റെ ചുറ്റുപാട് എന്തിനു വേണം? രാത്രി ഒരു 9-10 മണിയാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ട് രാവിലെ എത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ ആ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കണം. താജുൽ ഉലമ ഉപ്പാപ്പയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വ്യായാമം നിങ്ങൾ കണ്ടോ? ഉപ്പാപ്പ ചെയ്തിരുന്ന വ്യായാമം ഏതായിരുന്നു? വിത്തർ 11 റക്അത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് ധാരാളമായി നിസ്കരിക്കുക. വ്യായാമം ഇങ്ങനെ കയ്യും വീശി നടക്കൽ മാത്രം. ഓർത്തു നോക്ക് നിങ്ങൾ, ഉപ്പാപ്പ എത്ര സമയത്തും എത്ര പാതിരായാലും എത്ര ക്ഷീണിതനായാലും നിന്ന് ഇരുന്ന് ഉപ്പാപ്പയുടെ നിസ്കാരം എന്തായിരുന്നു? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായ ഖൽബിൽ നിന്നുള്ള നിസ്കാരം. ആ നിസ്കാരം മതിയല്ലോ വ്യായാമത്തിന്. നിസ്കാരത്തെക്കാൾ മുന്തിയ ഒരു വ്യായാമം വേറുണ്ടോ? പക്ഷെ വ്യായാമം നിയത്തിയത് കണ്ട് നിസ്കരിക്കാൻ നിൽക്കണ്ട, നല്ല കോലായി. വ്യായാമം നിയത്തിയത് കൊണ്ടല്ല നിസ്കരിക്കേണ്ടത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉപ്പാപ്പ എത്ര ദീർഘമായ യാത്ര ചെയ്യുമ്പോഴും ഓർത്തു നോക്കൂ നിങ്ങൾ, ഫർള് നിസ്കരിക്കുന്നു, ജമ്മും കസറുമാക്കി നിസ്കരിക്കുന്നു, അല്ലാഹു റബ്ബി സുന്നത്ത് നിസ്കരിക്കുന്നു, ആ സുന്നത്ത് വിത്ർ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, ഒക്കെ പൂർത്തിയാക്കിയാണ് നിസ്കരിക്കുന്നത്. 2 റക്അത്ത് സുബൈക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു, സുബൈ 2 റക്അത്ത് നിസ്കരിച്ചു. അള്ളാഹ് കുറച്ച് കഴിയുമ്പോഴേക്ക് ദുഹാ നിസ്കരിച്ചു, 8 റക്അത്ത് 12 റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹു റബ്ബി ദുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു, ശേഷം 4 നിസ്കരിച്ചു, 4 നിസ്കരിച്ചു ദുഹർ. ഒരു ദിവസം കഴിയുമ്പോൾ ഉപ്പാപ്പയുടെ നിസ്കാരങ്ങൾ എത്രയാണ്? ഇതിനേക്കാൾ വലിയ വ്യായാമം വേറെ ഉണ്ടോ? ഉപ്പാപ്പ വഫാത്താകണീന്റെ എത്ര ദിവസം മുമ്പാണ് ഇപ്പൊ വിശ്രമിച്ചത്? രോഗം കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ട് കൂടി വന്നാൽ വഫാത്തിന്റെ 1 കൊല്ലം ഉണ്ടാവും, അല്ലേ? 1 കൊല്ലം ഉണ്ടാവും കൂടിയാൽ. അല്ലാത്ത സമയത്തൊക്കെ ഉപ്പാപ്പ എന്താ ചെയ്തത്? ഉപ്പാപ്പയുടെ ശരീരം ഉപ്പാപ്പ തന്നെ. യാ റബ്ബ് യാ റബ്ബ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനീങ്ങൾക്കുള്ള ആഫിയത്ത് നോക്കണം നമ്മൾ. നമ്മുടെ ആഫിയത്ത് നോക്കൂ നിങ്ങൾ. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആരോഗ്യം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഭൂമിയിൽ താമസിക്കാൻ, നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ്, നിലത്ത് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് ഉപ്പാപ്പ നമുക്ക് കാണിച്ചത് എങ്ങനെയാണ്? 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചുകൊണ്ട്. ഉപ്പാപ്പ പ്രായമുള്ള സമയത്തും വയസ്സ് 95 എത്തിയിട്ടും ഉപ്പാപ്പ 11 റക്അത്ത് നിന്ന് നിസ്കരിച്ചില്ലേ? അപൂർവത്തിൽ അപൂർവമാണ് ഉപ്പാപ്പ ഇരുന്ന് നിസ്കരിക്കാറ് പതിവ്. ഞാനൊരു പ്രാവശ്യം ഉപ്പാപ്പാന്റെ കൂടെ ഒരു യാത്ര, അപ്പോ അതൊരു വെള്ളിയാഴ്ച രാവാണ്. പടച്ചോനെ, ഒരു സ്ഥലത്തെത്തി നിസ്കരിക്കാൻ വേണ്ടി ഒരു വീട്ടില്, ആ വെട്ടിച്ചറ എണ്ണിയാജിന്റെ വീട്ടില്. അപ്പൊ അവിടുന്ന് ഉപ്പാപ്പ എന്നോട് പറഞ്ഞു, നിസ്കരിക്കുക. ഇമാമായി, ഇമാമ ഉപ്പാപ്പാന്റെ മുമ്പിൽ ഇമാമായി നിസ്കരിച്ചു നോക്കണം, വിവരറിയണം. അങ്ങക്ക് ചിരിച്ചാൽ മതി, എന്റെ സ്ഥിതിയും കൂടി ആലോചിക്കണ്ട നിങ്ങൾ. ഉപ്പാപ്പാന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കാൻ പടച്ച തമ്പുരാന് നിസ്കാരം പേക്കാൻ പറ്റും? നിസ്കരിക്കാൻ വേണ്ടി നിന്ന് മഗ്‌രിബ് ഇങ്ങനെ നിസ്കരിക്കുമ്പോ അല്ലാഹു ഓതിങ്ങാണ്ട് മഗ്‌രിബ് നിസ്കരിച്ചു. വെള്ളിയാഴ്ച രാവല്ലേ, അത് എങ്ങനെയോ പേടിച്ചാണ് പൂർത്തിയാക്കി. പിന്നെ ഇശായിന്റെ 2 റക്അത്ത് നിസ്കരിക്കുള്ളൂ.
എന്ത് ചെയ്യണം? ഇശാ 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്നപ്പം ആകെ കൺഫ്യൂഷനായി, പ്രശ്നമായി. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച രാവിലെ നിസ്കാരത്തിൽ ഏതോതണം? ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മി, രണ്ടാമത്തെ റക്അത്തിൽ അല്ലത്താൽ ഇൻസാനി. അത് കഴിയണത് വരെ ഉപ്പാപ്പാനെ നിർത്താൻ പറ്റുമോ? ഉപ്പാപ്പാനെ ഇത് കഴിയണത് വരെ നിർത്താൻ പറ്റുമോ? ഞമ്മക്കത് ഞാൻ സബ്ബിഹിസ്മ ഓതണോ അല്ലത്താക്ക ഓതണോ? ഏതാ വേണ്ടത്? നിങ്ങൾക്ക് ചിരിച്ചാൽ മതി. ഇതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ടൊരു വസ്വാസാരം ഒരാൾ നിസ്കരിച്ചാൽ നിന്ന് അയാൾ സൂറത്ത് ഓതിങ്ങാണ്ട് അയാൾ ആയത്തിങ്ങനെയാണ് ഓതുമ്പോൾ ഇന്നാ അർസൽനാ നൂഹൻ, ഇന്നാ അർസൽനാ നൂഹൻ, ഇന്നാ അർസൽനാ നൂഹൻ. പിന്നെ ഇങ്ങനെ ഓതിയാൽ തന്നെ ഓതിയപ്പം ബാക്കുന്ന ഒരാൾ പറഞ്ഞു നൂഹ് പോകൂലെങ്കിൽ വേറെ ആളെ പറഞ്ഞേക്കാം എന്ന മാതിരി നമ്മൾ ഇവിടെ നിസ്കരിക്കാൻ പാടി എന്നിട്ട് സബ്ബിഹിസ്മ ഓതണോ? ആ റബ്ബ് ഉപ്പാപ്പ സുന്നത്തെടുത്തുകൊണ്ട് നിസ്കരിക്കുള്ളൂ. നമ്മൾ ഓർമ്മിക്കണം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ നമ്മളൊക്കെ ഒപ്പം യാത്ര ചെയ്താൽ നമ്മൾ ക്ഷീണിച്ചു. ബഹുമാനപ്പെട്ട ഉപ്പാപ്പാക്ക് കണ്ട നിങ്ങൾ നിസ്കാരത്തിന് ആ ക്ഷീണമില്ല. പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്ർ, ഉപ്പാപ്പാന്റെ കയ്യിലൊരു ദിക്റിന്റെ കിതാബുണ്ട്. എനിക്ക് തോന്നുന്നു അത് നോക്കി ചെല്ലണം എന്ന് ഇജാസത്ത് കിട്ടിയിട്ടുണ്ടാകും. ഇജാസത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ നോക്കി ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഉപ്പാപ്പാക്ക് ആ ദിക്റൊക്കെ കാണാതെയും ഒക്കെ മുഴുവൻ മനപ്പാടാം. പക്ഷെ നോക്കിയിട്ടാണ് ചെല്ലുക. ഹജ്ജിന്റെ സമയത്ത് ഒരിക്കൽ ഞങ്ങൾ 1-ാം നമ്പർ ഗേറ്റിലൂടെ ആ ഭാഗത്ത് താമസിക്കുകയാണ്. 1-ാം നമ്പർ ഗേറ്റിലൂടെ ഉപ്പാപ്പ കൊണ്ട് കടന്നപ്പോൾ ആ ദിക്റിന്റെ ഏട് താഴെ വീണു. അതിന് സാക്ഷിയാണ് നമ്മളെ പിന്നെ ഇയാള് നമ്മളെ അൽമദീന മജീദാജി. ഏട് താഴെ വീണ ഏട്ടിൽ എന്താ ഉള്ളത് എന്നറിയങ്ങൾ ഉപ്പാപ്പാന്റെ ദിക്കറുകളൊക്കെയാണ്. അവിടെ പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ ഇതൊന്ന് മറിച്ചു നോക്കിയാൽ അത് പിന്നെ കൊടുക്കലുണ്ടാവില്ല. അവർക്ക് ശിർക്കല്ലാത്തതൊന്നുമില്ലല്ലോ. ഉപ്പാപ്പാന്റെ ദിക്കറിന്റെ ഏടവ താഴെ വീണപ്പോ പോലീസുകാരൻ അത് എടുത്തിട്ട് ഒപ്പം പോയിട്ട് പറഞ്ഞു പാസ്പോർട്ട് എന്നാണ്. അപ്പൊ ഇതിങ്ങനെ പിടിച്ച് എന്തായിട്ടുണ്ട്? ബാക്കി അതിന്റെ ചട്ടൊക്കെ കറുപ്പ് നിറയിട്ടുണ്ട്. പോലീസുകാരൻ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ ഒപ്പം പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ ഉപ്പാപ്പാന്റെ കൈ കൊടുത്തു. ഉപ്പാപ്പ അത് നോക്കിയിട്ട് എന്റെ ഓർമ്മയിൽ തോന്നുന്നത് ഒരു പക്ഷേ ആ ദിക്കറിന്റെ ഇജാസത്തൊക്കെ വാങ്ങുമ്പോൾ നോക്കി ചൊല്ലാൻ ഇജാസത്ത് വാങ്ങിയതുണ്ടാകും. ചിലത് അതിന്റെ പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതി കൊടുക്കുമ്പോൾ അങ്ങനെയുണ്ട്. നബി തങ്ങൾ ഒരു ഹദീസ് പറയുമ്പോൾ ചിരിച്ച സ്ഥലത്ത് ഉസ്താദുമാർ അതേപോലെ ഒന്ന് ചിരിക്കും, ഒരു പുഞ്ചിരി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ദർസിന് വേണ്ടിയിരുന്നു. നല്ല പ്രൗഢമായ വസ്ത്രം, നല്ല അത്തറ് പുരട്ടിയിട്ട് വളരെ അദബിലിരുന്ന് ആ ഹദീസ് ഓതുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട്, റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞ സ്ഥലത്ത് ഒന്ന് കരഞ്ഞുകൊണ്ട്. അതാ ഇജാസത്തിന്റെ സിൽസില അങ്ങനെയാണ്. അത് അതേപോലെ ചെയ്യാം. നമ്മളെ മൗലിദുകളൊക്കെ ഓതുന്ന സമയത്ത് അങ്ങനെയുണ്ട്. മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ ഞാൻ മങ്കൂസ് മൗലിദിന്റെയും ബുർദയുടെ ഒക്കെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പാനായക്കുളം മസറത്ത് ജീവിച്ചിരിപ്പുള്ള സമയത്ത് മൂപ്പരെടുത്തു പോയി. അപ്പൊ ചെന്നപ്പോ മൂപ്പര് ഒരുപാട് നിബന്ധനകളൊക്കെ പറഞ്ഞിട്ട് മൗലിദിന്റെയും ബുർദയുടെയും ഇജാസത്ത് തരണോ, അത് നേർച്ചയാക്കി ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ ഓരോ വരിക്കും ജവാബ് ചെല്ലണം. അങ്ങനെ ഉള്ള പാപ്പ ചെല്ലിയിരുന്നത്. ഷറഫുല്ലാനെ മുഴുവൻ ഓതാണെങ്കിലും എന്ത് ചെയ്യും? ഓരോ വരിക്കും ഏത് ചൊല്ലും? ജവാബ് ചൊല്ലും. ഇപ്പൊ ഇന്നാള് ഞാനൊരു മൗലിദിന് പോയി. കുട്ടികൾ നല്ല ഉഷാറിൽ തങ്ങളെ എന്താ ചെല്ലണ ഉഷാറ്. പുതിയ തലമുറയിലെ മക്കൾ ഇങ്ങനെ ചെല്ലണത് നല്ല ഉഷാറാണ്. അല്ലാഹു മക്കൾക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ. പക്ഷെ ചെല്ലണ കുട്ടികൾ 4 ആൾ ഒരു ചെല്ലന്നെ ജവാബില്ല. ഓരോ വരിക്കും സലാത്തിയല്ലോ, അതില്ല. ചെല്ലണോട് ചെല്ലന്നെ. ഞരമ്പൊക്കെയാണ് പടച്ചിട്ട് ആ കുട്ടിന്റെ PVC പൈപ്പും അതിലുണ്ട്. കൗത്തുക്ക് നോക്കിയാൽ പണ്ട് പ്രധാന ഭക്ഷണം കഞ്ഞിയാണ്. 2 ആള് കഞ്ഞി കുടിക്കാൻ, കയ്യിലൊന്നുള്ളൂ. കുടിക്കണോ കുടിക്കാൻ മറ്റോ ഇങ്ങനെ നോക്കി. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് കഞ്ഞി വേണ്ടേ, നീ ആ കയ്യിലൊന്ന് താഴെ വെച്ച് കിട്ടണ്ടാണ് എന്ന മാതിരി ഇപ്പോഴൊന്ന് ശ്വാസം അയച്ചു കിട്ടിയെങ്കിലല്ലേ നമുക്കൊരു സലാത്തി എല്ലാം പറ്റുക. നല്ലോണം ചെല്ലണം. ഉപ്പാപ്പ നിങ്ങൾ മൗലിദ് ഓതുന്നത് ഓരോ വരിയും ജവാബ് ചൊല്ലിയിട്ടേ ചെയ്യുള്ളൂ. എത്ര ക്ഷീണിച്ചാലും പറ്റുമൊക്കെ ഹദ്ദാദിന്റെ ദിക്ർ ഉപ്പാപ്പാന്റെ ഒപ്പം ചൊല്ലിയാൽ ഊതികയും യാ റബ്ബ് ഉപ്പാപ്പാനെ കാത്ത് ഒപ്പം അങ്ങനെ ചൊല്ലിപ്പോണം. ഫാത്തിഹ സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം ഒരു മൊയ്ലാരി ഹദ്ദാദ് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഹദ്ദാദിന്റെ ഫാത്തിഹ ഓതാണ്. ഫാത്തിഹ അങ്ങനെ ഓതുന്ന സമയത്ത് ഒരൊറ്റ അടി ചെവി അടക്കാം. ഒറ്റ അടിയാണ്. എന്താ സംഗതി?
നമ്മളൊക്കെ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഈ ഫാത്തിഹ ആയിരിക്കാം ഇലാ ഹദറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്കാണ് ഫാത്തിഹ അതിയാ ചെയ്യുന്നത് അല്ലേ? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്കാണ് ഫാത്തിഹ അതിയാ ചെയ്യുന്നത്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്ക് അതിയാ ചെയ്യുന്നത്. ആർക്കാത് കൊടുക്കണത്? അത്ര വലിയ ആൾക്കാർ. നമ്മളൊരു വലിയ ആൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ എടുക്കാത്ത നോട്ട് കൊടുത്താൽ പറ്റുമോ? കീറിയ നോട്ട് കൊടുത്താൽ പറ്റുമോ? ഉപയോഗിച്ച പഴയത് കൊടുത്താൽ പറ്റുമോ? ഏതെങ്കിലും ഒക്കെ കൊടുത്താൽ പറ്റുമോ? നമ്മളൊരു സമ്മാനം കൊടുക്കുമ്പോൾ അത് എങ്ങനെ കൊടുക്കണം? അത് ഏറ്റവും നന്നാക്കി, ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ലത് അങ്ങനെ കൊടുക്കണ്ടേ? എന്തേ ഒരു അത്തറും കുപ്പി കൊടുക്കാന്ന് വെച്ചാൽ ഏത് കൊടുക്കണം? ഏറ്റവും നല്ലത് നോക്കി കൊടുക്കണ്ടേ? എന്നാണ് ഞാനൊരു അത്തറ് വീടി കയറി അത്തറ് വാങ്ങാൻ വേണ്ടി കൈ കാണിച്ചു കൊടുത്തു. ഇവിടെ തേച്ച് അപ്പൊ ഞാൻ ചോദിച്ചത് വേദനക്ക് കേൾക്കണതാണോ? കാരണം എന്തെങ്കിലും ഒരു മണം വരേണ്ടത്. അപ്പൊ ഇതൊന്നും ആർക്കും കൊടുക്കാൻ, ഹദിയ കൊടുക്കാൻ വേണ്ടി പറ്റൂല. ബഹുമാനപ്പെട്ട ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോൾ എന്തായാൽ ഓതണമെത്ത് നമ്മളിങ്ങനെ ഫാത്തിഹ ഇങ്ങനെ ഓതി അവസാനം അപ്പൊ കൊടുത്തരാടി എടാ വലല്ലാ. ഫാത്തിഹ നിസ്കാരത്തിൽ മാത്രമല്ല വലല്ലാന്ന് നീട്ടി ഓതേണ്ടത്. വലല്ലാ എന്ന് നീട്ടി ഓതൽ നിർബന്ധ സ്ഥലമാണത്. ഹദ്ദാദിന്റെ ഒക്കെ ഫാത്തിഹ ഓതുമ്പോൾ പലപ്പോഴും വലല്ലാലീൻ വലല്ലാലീൻ എന്ത് വലല്ലാലീൻ ഒരൊറ്റ അടിയാണ്. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഹദ്ദാദിന്റെ ഇജാസത്ത് കൊടുക്കുമ്പോൾ ഹദ്ദാദിന്റെ ഫാത്തിഹയെ പറ്റി പ്രത്യേകം പറയും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ഒരു ഹറഫാണ് ഓതുന്നതെങ്കിൽ ആ ബക്കറ്റും കൊണ്ടൊന്നും ഒരാൾ തെറ്റിപ്പോയ അല്ലാഹു റബ്ബി കേൽ 59 വൈ അല്ലേ 7243 കേൽ 59 വൈ 7243 വാഹനം അവരൊന്ന് പോയി മാറ്റുകയാണെങ്കിൽ നല്ല സന്തോഷമാണ്. പിന്നെ ആരെങ്കിലും മാറ്റിയാൽ പറ്റില്ല. ആ പൊരന്റെ മുമ്പിൽ വെച്ചതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ആരതാണ് വണ്ടിയെങ്കിൽ വേഗം മാറ്റി കൊടുക്കണം. അള്ളാഹ് സിറാജ് നിങ്ങൾ തന്നെ പോണത് മർഹബ. സാധാരണ ഈ വയലുങ്ങളൊക്കെ ഒരു കൊച്ചു കുട്ടി ചെറിയൊരു ബക്കറ്റ് വെച്ചാൽ പോകുക. ഇത് വലിയൊരു ബക്കറ്റ് വെച്ച് ഒരു മുഴുവൻ മനുഷ്യനാണ് വരുന്നത്. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പം എന്നാ നമുക്ക് തങ്ങളപ്പം നമ്മളെ തുടങ്ങി കൊടുക്കല്ലേ? എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് അറിയില്ല. കുറച്ചതൊക്കെ ഇപ്പൊ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അൽഹംദുലില്ലാഹ്. 10 ഇല്ലായിട്ടല്ല, നിങ്ങളാണ് വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എടുത്ത് വെച്ചോളൂ. പെണ്ണുങ്ങളെടുത്തേക്കല്ല ആരോ പോണത്? 7243 ഈ വാഹനം ഉടൻ തന്നെ മാറ്റണം. ആ വീടിൻ്റെ മുന്നിൽ വെച്ച ഒരു വാഹനമാണ്. ആ വീട്ടിലുള്ളവർക്ക് മരണ വീട്ടിലേക്ക് പോകാനുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വാഹനം മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം മാറ്റിയിട്ടുണ്ടാവും. അല്ല, അതാ വീടിന്റെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ വെച്ചതേരും അറിയില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഉപ്പാപ്പയിൽ നിന്ന് റസൂലുള്ളാഹി എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക്, ആരോഗ്യം ഏറ്റവും വലിയ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരോഗ്യവാനായ സത്യവിശ്വാസി അല്ലാഹു തആലക്ക് അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ഇലന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആൾ ആരാണോ അവരെയാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം. ഉപകാരം ചെയ്യാൻ കഴിയണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? ഉപകാരം ചെയ്യാൻ കഴിയണമെങ്കിൽ പണം വേണ്ടേ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും അൻഫഅ എന്ന് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യാൻ സാധിക്കുമോ അതാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരുന്നത് എങ്ങനെയാണ്? കരീഹൽ മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടുതി എത്രമാത്രം ഹദീസുകളിലൊക്കെ കാണാം. നമുക്ക് മുത്തുനബിയെ ഇത്തിബായ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ കഴിയണമെങ്കിൽ കയ്യിൽ വേണ്ടേ? അധ്വാനിക്കണം, ഉണ്ടാക്കണം. എന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമ്മമാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ യതീംഖാനക്കാർ വരും, അതുപോലെ തന്നെ ദർസിന്റെ ആളുകൾ, ദഅവാ കോളേജുകാർ വരും, പട്ടിണി കിടക്കുന്നവർ വരും, വീടുണ്ടാക്കേണ്ടവർ വരും. കൊടുക്കാൻ സാധിക്കണമെങ്കിൽ കയ്യിൽ ഉണ്ടാവണം നല്ല ആരോഗ്യം, നല്ല സമ്പാദ്യം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നല്ല ഭക്ഷണം കഴിക്കും. അൽഹംദുലില്ലാഹ്. ഭക്ഷണം അങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയും, ഞാൻ ഇതൊന്നും കഴിക്കലില്ല മര്യാദ. അങ്ങനെ കഴിക്കും. എന്ത് രസ കാണാനെന്ന്. പടച്ചോനെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ നമ്മളൊക്കെ പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട്, എല്ലാവരുടെ പാത്രത്തിൽ പരിസരത്തിരിക്കണ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും.
അതേടാ, അത് റസൂലുള്ളാഹിന്റെ ഒരു ഇത്തിബാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുക, അപ്പുറത്തൊരു ഒട്ടകം പ്രസവിച്ചു ഒരു വീട്ടില്. ആദ്യത്തെ പാല് കറന്നിട്ട്, ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് മുത്തുനബിന്റെ അടുത്തേക്ക് എത്തിച്ചു. റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്യണത്? ആ പാല് കിട്ടുമ്പോൾ കുടിക്കലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ വിളിക്കുക, അബാഹിർ അതൊക്കെ പാത്രത്തിൽ ഒഴിക്കുക. ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ഒഴിച്ചു. റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്യാ? ഒരു ഗ്ലാസ് റസൂലുള്ള കുടിക്കും, ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്യും. ഒരു പ്രാവശ്യം റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു മുന്തിരി, ചെറിയൊരു മുന്തിരിന്റെ പാക്കറ്റ് ഒരു പാത്രത്തിൽ ഒന്നിങ്ങനെ മൂടിയിട്ട്, അതാരാ കൊണ്ടുവന്നത്? ഒരു ഫക്കീറായ മനുഷ്യനാണ്, ഏറ്റവും സാധുവായ ഒരു മനുഷ്യൻ. 10 മുന്തിരി വള്ളി നട്ടിട്ട് അതിൽ നിന്ന് മുന്തിരിങ്ങൾ ഉണ്ടാകുമ്പോ അത് വിറ്റിട്ട് ജീവിതം കഴിയുന്ന ഒരു പാവപ്പെട്ട ആളാ. അദ്ദേഹത്തിന് മുന്തിരി കഴിച്ചപ്പോൾ അദ്ദേഹം ആ മുന്തിരിയുമായിട്ട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിന്റെ പൊതി കഴിച്ചിട്ട് നോക്കാം, മുന്തിരിയാണ്. പാവപ്പെട്ട മനുഷ്യനാ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി ഒന്ന് പുഞ്ചിരിച്ചു. അയാൾക്ക് വല്ലാത്ത റാഹത്തായി. നബി തങ്ങൾ അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചു. റസൂലുള്ളാഹി അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. രണ്ടാമത്തേത് എടുത്തു. അപ്പൊ സ്വഹാബാക്കൾക്കൊക്കെ മനസ്സിലായി നമുക്ക് തരാനായിരിക്കും. സാധാരണ എന്താണ് ഇങ്ങനെ കൊടുക്കല, ഇങ്ങനെ ഒരു കൊക്ക കൊടുക്കും. രണ്ടാമത്തെ ചോള എടുത്തു റസൂലുള്ളാഹി, നബി തങ്ങൾ തന്നെ കഴിച്ചു. അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. മൂന്നാമത്തെ എടുത്തു. സ്വഹാബാക്കൾ വിചാരിച്ചു ഉപ്പ എനിക്ക് കിട്ടും. റസൂലുള്ളാഹി മൂന്നാമത്തതും കഴിച്ചു. ആ പാത്രത്തിലുള്ളത് തീരുന്നത് വരെ നബി തങ്ങൾ തന്നെ കഴിച്ചു. അതൊരു ചരിത്ര സംഭവമാണ്. നബി തങ്ങൾ സ്വഹാബാക്കൾക്കാർക്കും കൊടുത്തില്ല. മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പാത്രം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം യാത്രയായി. ആ പാവപ്പെട്ട മനുഷ്യന്റെ കൽബിന്റെ ഒരു സന്തോഷം എത്രയാണ്! യാ റബ്ബ് യാ റബ്ബ്. അദ്ദേഹമാണ് പോയപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ, പതിവില്ലാത്തൊരു രീതി എന്തുകൊണ്ടുണ്ടായി? ഞങ്ങളൊക്കെ വിചാരിച്ചു മുന്തിരി ഞങ്ങൾക്കും തരുമെന്ന്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരും ആരെയും മനസ്സ് വേദനിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആരും ആരെയും മനസ്സ് വേദനിപ്പിക്കരുത്. റസൂൽ എന്താ പറഞ്ഞത്? ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹത്തിന്റെ ആകെ വരുമാനമാണ് മുന്തിരി. അത് കായ്ച്ചപ്പോൾ ഇവിടെ അദ്ദേഹം സന്തോഷത്തോടെ കൊണ്ടുവന്നതാണ്. ആ മുന്തിരിയുടെ ഒരെണ്ണം അതെടുത്ത് ഞാൻ വായിലിട്ടപ്പോൾ അത് തീരെ രുചിയില്ലാത്ത മുന്തിരിയാണ്. പഴുപ്പ് പാകമായിട്ടില്ല, അതിന് വല്ലാത്തൊരു കയ്പ് രുചിയുണ്ട്. ഞാൻ അത് വായിലിട്ടിട്ട് ആ രുചി കാരണത്താൽ അതിന്റെ കയ്പ് രുചി അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടിപ്പിച്ചാൽ അയാൾ ആകെ വിഷമിച്ചു പോകും. നിങ്ങൾക്ക് തന്നാലോ? നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഈ മുന്തിരി വായിലിട്ടോ, ഇതാ മുന്തിരി, ഇതാ റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന്, നമ്മളാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. നമ്മളെ പ്രതികരണത്തിന് യാതൊരു താമസം ഉണ്ടാകുമോ? അന്തല്ലല്ലേ നമുക്ക്. നമ്മൾ വേഗം എന്താവും? നമ്മൾ വേഗത്തിൽ പ്രതികരിക്കും. ഖദീജ ബീബി ആയത് നന്നായി. അതുകൊണ്ട് ആ ജബലന്നൂർന്ന് വരുമ്പം പുതപ്പിട്ട് കൊടുത്തങ്ങാണ്ട് സമാധാനിപ്പിച്ചത്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ നമ്മള് മലിന്റെ മുകളിൽ നിന്ന് പനിച്ചു വന്നാൽ ഈ സ്ഥലമൊക്കെ ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ കുത്തി കാര്യമാണ്. നല്ല നല്ല സ്ഥലം ഉണ്ടായിട്ട് അവിടെ പോകാൻ കണ്ടു അല്ലേ? അല്ലാഹു റബ്ബി. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുന്തിരി തിന്നു. വീണ്ടും കഴിച്ചു. റസൂൽ നിങ്ങൾക്ക് ആ മുന്തിരി തന്നാൽ നിങ്ങൾക്ക് അതിന്റെ രുചി ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഇഷ്ടമില്ലാത്ത മുഖം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് നമ്മൾ കാരണത്താൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കണ്ട. അയാൾ മുഴുവൻ നിറപ്പുഞ്ചിരിയോടുകൂടെ അദ്ദേഹത്തിന്റെ മനസ്സ് സന്തോഷിപ്പിച്ചുകൊണ്ട് തിരിച്ചുപോയില്ലേ? യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ മുത്തുനബി പഠിപ്പിച്ചിരിക്കുന്ന ആരോഗ്യമാണ്. പിണക്കം, ആരും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. മുത്തുനബി പഠിപ്പിച്ചു. അതാ ഉള്ളാളത്തപ്പാപ്പ നിങ്ങളൊക്കെ ആരോടും പിണക്കല്ല. ഇനി വല്ലപ്പോഴും ചിലപ്പോൾ ഒരു ദേഷ്യം വരാം. അതെപ്പോഴാ ദേഷ്യം വരില്ലെന്ന് ഉപ്പാപ്പ ഇവിടുന്ന് കരുവന്തിരുത്തിന്ന് പുറപ്പെട്ടതാ യാത്ര. അങ്ങനെ കോഴിക്കോട്ട് മീറ്റിങ്ങിനെത്തി. ഉപ്പാപ്പ ഇവിടുന്ന് അവിടെ എത്തിയപ്പോഴേക്ക് 3-3.5 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പോഴേക്ക് മൂത്രം വയ്ക്കാൻ പറ്റിയിട്ട് വിഷമായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഉപ്പാപ്പാക്ക് മൂത്രം വയ്ക്കാൻ പോണെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോ എന്ത് വേണം? ഈ കുപ്പായം ഇതൊക്കെ അയച്ചു വെച്ചിട്ട് ഉപ്പാപ്പാന്റെ ഒരു കള്ളിത്തുണിയുണ്ട്. ആ കള്ളിത്തുണി ഒരു തോർത്തുകൊണ്ട് ചിരിക്കണോ? പേരക്കുട്ടിയാണത്. ആ കള്ളിത്തുണിയും ആ തോർത്തും കൊണ്ട് എടുത്തിട്ട് ബാത്റൂമിൽ പോകണം. എന്തുകൊണ്ട്? നിസ്കരിക്കണ തുണി ഉപ്പാപ്പ ബാത്റൂമിൽ കൊടുക്കാറില്ല അല്ലേ ഞങ്ങളെ? അതാ നിസ്കരിക്കുമ്പോ കൊടുക്കണ തുണി ഏത് കൊടുക്കാറില്ല, ബാത്റൂമൊക്കെ ഉപയോഗിക്കാറില്ല. അത്ര സൂക്ഷ്മതയാ. പഴയ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരുണ്ട്. നമ്മളെ മലയം ബീരാൻകുട്ടി മുസ്ലിയാർ ഇല്ലേ? സുഖമില്ലാത്ത സമയത്ത് മൂപ്പർക്ക് ഒരു രോഗം വന്ന് ഇവിടെ ഒരു കുരു
ആ കുരു ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയപ്പോ അത് ഉണങ്ങണില്ല. അപ്പൊ അന്നത്തെ ഡോക്ടർമാര് പറഞ്ഞു, അങ്ങക്ക് കാലിന്റെ തുടമെന്ന് കുറച്ച് തൊലി വെട്ടിയെടുത്തിട്ട് അത് ഇവിടെ വെക്കണം, അതേ പറ്റുള്ളൂ. ഡോക്ടർമാര് മുഴുവനും അത് മുഴുവനും വിധി എഴുതി. പക്ഷെ അദ്ദേഹം പറഞ്ഞു വേണ്ടാന്നു. മക്കളൊക്കെ ചോദിച്ചു, ഉപ്പ ആ ചികിത്സ അനുവദനീയല്ലേ, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെട്ടിയിട്ട് മറ്റേ ഭാഗത്തേക്ക് വെക്കാലോ? അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ കാലിന്റെ തൊട ഔറത്താണ്, ഔറത്തും വന്ന് ഒരു സ്വല്പം കഷ്ണം എടുത്തിട്ട് വെട്ടിയിട്ട് ഇവിടെ വെച്ചാൽ അത് എല്ലാവരും കാണൂലേന്ന് ചോദിച്ചു. അതാണ് സൂക്ഷ്മത, അതാണ് തഖ്വ. തുടമത്തെ തൊലി എന്താണ്? ഔറത്താണ്. അവിടുന്ന് വെട്ടിയെടുത്തിട്ട് കഴുത്തിൽ വെച്ചാൽ അതെല്ലാവരും കാണും. അപ്പൊ ഔറത്തിന്റെ ഭാഗം അതിവിടെ പ്രത്യക്ഷമായ സ്ഥലത്ത് വെച്ചാൽ മറ്റുള്ളവർ കാണൂലേ എന്ന്. ആ സൂക്ഷ്മത പാലിച്ച മഹാന്മാരാണ് താജുൽ ഉലമയൊക്കെ ജീവിച്ച കാലത്തുണ്ടായത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓർക്കണം നമ്മൾ, മഹാന്മാരെ പഠിക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു വിഷമുണ്ടാകും. ഉപ്പാപ്പനെ ആരും ദേഷ്യം പിടിക്കാൻ എങ്ങനെ മൂത്രമൊഴിക്കാനൊന്നും ആൾക്കാർക്ക് നേരം ഉണ്ടാവില്ല. ഉപ്പാപ്പ കാറിന്ന് ഇറങ്ങുമ്പോഴത്തേന് വന്ന് ഒരു കൂട്ടർ കൈ പിടിക്കല്, ഒരു കൂട്ടർക്ക് മന്ദിരിക്കല്, ഒരു കൂട്ടർക്ക് എല്ലാവരും മഹബത്ത് കൊണ്ടാണ്. പക്ഷെ ഉപ്പാപ്പാക്കൂടെ മൂത്രമൊഴിക്കായിട്ട് നേരം പിടിക്കണം. അതിലുണ്ട് ഒരു ദേഷ്യം പിടിക്കൽ. ആ ദേശത്തിൽ കിട്ടിയാ കിട്ടി, അത് പൂക്കോയക്കാണെങ്കിലും കിട്ടും, ഞമ്മക്കാണെങ്കിലും കിട്ടും, ആർക്കാണെങ്കിലും കിട്ടും. ആ അൽഹംദുലില്ലാ, കിട്ടാതെ കഴിച്ചേക്കണമെങ്കിൽ ഞാനും മൂപ്പരും തന്നെ ഉള്ളൂ. അല്ലാഹു ഖൈറാകട്ടെ. അപ്പൊ ഞാൻ ഉപ്പാപ്പാനെയും കൂട്ടി എവിടെയും പോകുന്നേരം ഉപ്പാപ്പ വരികയാണെങ്കിൽ ഉപ്പാപ്പ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് മുന്നിൽ നിന്നിട്ട് ഉപ്പാപ്പാന്റെ ദേശം ഞാനാണ് പോയത്. അവിടുന്ന് നിങ്ങൾക്ക് കൈ പിടിക്കാറ്റ് ഒരു ബാത്റൂമിലൊക്കെ പോയി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മളാണ് റെഡിയാ. ഉപ്പാപ്പ ബാത്റൂമിൽ പോയി ഒക്കെ ഒന്ന് റെഡിയായി റാഹത്തായിട്ട് വന്നിട്ട് ഒരു ചെമ്മരപ്പടിയിട്ടിട്ട് ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ സംഗതി ഇങ്ങനെ പറഞ്ഞാണ്ടത്. മന്ദിരിക്കണമെങ്കിൽ മന്ദിരിപ്പിക്കാം, അതുപോലെ തന്നെ ദ്വാരപ്പിക്കുകയാണെങ്കിൽ ദ്വാരപ്പിക്കാം, കുട്ടികളെ മന്ദിരിപ്പിക്കുകയാണെങ്കിൽ മന്ദിരിപ്പിക്കാം. ഏത് സംഗതിയും അപ്പം ഇങ്ങനെ പറഞ്ഞാൽ മണിയായിട്ട് ഇങ്ങനെ പറയും. എന്താ അതിൽ ആലിമ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ, നെല്ലിക്കുത്ത് ഉസ്താദിന് കിട്ടിയ ഒരു അടി മലപ്പുറം സമ്മേളനത്തിന്. ആ അടിയാണ് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഒരടിയും കൂടി കിട്ടണം എന്നെങ്കിലേ ഞാൻ നന്നാവുള്ളൂ. അതേ സമയത്ത് ആ സമ്മേളനം കഴിഞ്ഞപ്പോഴേക്ക് ഉപ്പാപ്പക്ക് റാഹത്തായി, സമാധാനായി, ജനങ്ങളൊക്കെ കണ്ട് ഭയങ്കര തക്ബീറൊക്കെ ചൊല്ലി. ഇസ്മായിൽ മൂല്യാരെ ഇസ്മായിൽ ഉസ്താദ് ഓടി വന്നു, നിങ്ങൾ പൊരുത്തപ്പെട്ടല്ലോ കേട്ടോ, നിങ്ങളെ ഞാൻ അങ്ങനെ അടിച്ചതല്ല, പാപ്പ എനിക്കൊരടിയും കൂടി വേണം, ഞാൻ നന്നാകാനാണ്. ആണോ ദേഷ്യം പിടിച്ചിട്ട് വല്ലതും സംസാരിച്ച അപ്പൊ തന്നെ അത് പൊരുത്തപ്പെടിപ്പിക്കും. അത് കുട്ടികളെ സ്വഭാവമാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാതിരിയാണ് എന്ന കിതാബിൽ കാണാം മഹാന്മാര്. എന്താ കുട്ടികൾ? രണ്ട് കുട്ടികൾ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് കുട്ടികൾ തമ്മിൽ പിണങ്ങി. ഓര് തമ്മിൽ പിണങ്ങിയ വിഷയം ആരെ ഏറ്റെടുത്തു? ഈ കുട്ടിന്റെ അമ്മ, ഈ കുട്ടിന്റെ അമ്മ, ജ്യേഷ്ഠത്തി അനുജത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയൽവാസി ആയിക്കോട്ടെ, ഉമ്മാര് തമ്മിൽ ഏറ്റെടുത്തു. നിന്റെ കുട്ടിയാണ് കാട്ടിയത്, നിന്റെ കുട്ടിയാണ് കാട്ടിയത്. നമ്മള് ഭയങ്കര വാശി. കുട്ടികൾ രണ്ടാളും പിന്നെയും കളി തുടങ്ങി. കുട്ടികൾ ആരാ? അവർ ഔലിയാക്കളാ. കുട്ടികൾ അതാണ് ഔലിയാക്കൾ. ഉപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കിയാൽ ആ ദേഷ്യം പിടിച്ച ആളെന്നെ അവരാ. കണ്ട നിങ്ങൾ? അത് കുട്ടികളുടെ സ്വഭാവം, അത് ഔലിയാക്കളുടെ സ്വഭാവം. ഔലിയാക്കളുടെ സ്വഭാവം അത് മക്കളുടെ സ്വഭാവമാണ്. അവരുടെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും ഒന്നുമില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ കാണുന്ന ഭാഗത്തെല്ലാം ഉള്ള മുഅ്മിനീങ്ങൾ നാളെ ഇവിടെ ഏതെല്ലാം ഭാഗത്തുനിന്ന് ആളുകൾ വരികയാണ്. ഇന്നലെ ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്നു. ഈ കൂടിയിരിക്കുന്ന എല്ലാവരും എന്തുകൊണ്ട് ഉപ്പാപ്പാനോട് അല്ലാഹു തആല ഒരു മഹബ്ബത്ത് ഇട്ട് കൊടുക്കുന്നത്? എന്തുകൊണ്ട്? ഉപ്പാപ്പാന്റെ കൽബിൽ അല്ലാഹ് എന്ന മഹബ്ബത്ത്, ഉപ്പാപ്പാന്റെ കൽബിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹബ്ബത്ത്, ഉപ്പാപ്പാന്റെ കൽബിൽ സുബ്ഹാനല്ലാഹ് എന്ന മഹബ്ബത്ത്, അൽഹംദുലില്ലാഹ് എന്ന മഹബ്ബത്ത്, സ്വല്ലല്ലാഹ് എന്ന മഹബ്ബത്ത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന മഹബ്ബത്ത്, ഖുൽ ഹുവല്ലാഹ് എന്ന മഹബ്ബത്ത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക. അള്ളാഹിനെ മഹബത്ത് വെക്കുക, മുത്തനബിനെ മഹബത്ത് വെക്കുക, അള്ളാഹു റസൂലും ഇഷ്ടപ്പെട്ട അമലുകളെ മഹബത്ത് വെക്കുക. അതായിരുന്നു താജുൽ ഉലമ. ആ താജുൽ ഉലമ ഉപ്പാപ്പ നോക്കൂ നിങ്ങൾ, എത്രയാണ് ദിക്ർ ചൊല്ലിയത്, എത്രയാണ് സ്വലാത്ത് ചൊല്ലിയത്, എത്രയാണ് ഖുർആൻ ഓതിയത്. യാ റബ്ബ് യാ റബ്ബ്. ഉപ്പാപ്പാക്ക് പതിവില്ലാത്ത ദിക്ർ ഏതാണ്? എത്ര ദിക്റിന്റെ മഹാനാണ് ബഹുമാനപ്പെട്ടവർ.
ഉപ്പാപ്പയുടെ ദിക്ർ, ഉപ്പാപ്പയുടെ ദുആ ഇങ്ങനെ ഹദിയ ചെയ്യുന്നത് കേട്ടാൽ നമുക്കറിയാം. അൽ ഖാദിരിയത്തി വൽ ജിഷ്തിയത്തി വൽ റിഫായിയത്തി വൽ ജുനൈദിയത്തി വൽ ശത്താരിയത്തി വൽ കലന്തരിയത്തി 18 ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു ഉപ്പാപ്പ. 18 ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു ഉപ്പാപ്പ. ഉപ്പാപ്പാന്റെ ഫാത്തിഹ ഇങ്ങനെ കേട്ടാൽ ഓരോ ഇജാസത്തുള്ള മഹാന്മാരിലേക്കും ആ ഫാത്തിഹന്റെ ഹദിയ ഇങ്ങനെ കേൾക്കാൻ പറ്റും നമുക്ക്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കിയത് ഉപ്പാപ്പ എങ്ങനെയാണെന്നറിയോ? നാട്ടുകാര് മനസ്സിലാക്കണം. ഒരു പക്ഷേ ഈ നാട്ടുകാർക്ക് ഉപ്പാപ്പാനെ ശരിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അത് ഈ മൗലവിമാരൊക്കെ സ്ഥിതിയാണ്, ആലിമീങ്ങളൊക്കെ തങ്ങന്മാരൊക്കെ സ്ഥിതിയാണ്. എന്താണ്? ചെറുപ്പത്തിൽ ഓതാൻ പോയി, രാവിലെ വരും, വെള്ളിയാഴ്ച വൈകുന്നേരം പോകും, അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വരും, വെള്ളിയാഴ്ച ജുമാക്ക് പോകും, നാട്ടിലുണ്ടാവൂല. അപ്പൊ ഇവിടെ എട്ടിക്കുളത്ത് ഇവിടെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ, ഇവിടുത്തെ നാട്ടുകാർ ചിലപ്പോ അത്രേ കണ്ടിട്ടുണ്ടാവുള്ളൂ. നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തിയാണ് ഞാൻ. ഉപ്പാപ്പാനെ ഉള്ളാളത്ത് പോയി ചോദിച്ചു നോക്ക്, ഉപ്പാപ്പാനെ മലപ്പുറത്ത് പോയി ചോദിച്ചു നോക്കി, ഉപ്പാപ്പാനെ കരുവന്തിരുത്തി പോയി ചോദിച്ചു നോക്കി, ആരായിരുന്നു ഉപ്പാപ്പയുടെ ജീവിതം? യാ റബ്ബ് യാ റബ്ബ്. ഒരു റമളാനു ശരീഫിന്റെ 10 ദിവസം മദീനയിലും 20 ദിവസം മക്കത്തും അന്റെ ഹറമൈനി ശരീഫൈനിലായിട്ട് 30 ദിവസം ഉപ്പാപ്പ താമസിച്ചപ്പോൾ അന്ന് മാസപ്പിറവി, റമളാന്റെ മാസപ്പിറവി കാണുന്നതിന് മുമ്പ് ഉപ്പാപ്പ മക്കത്തെത്തിയിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അവിടുന്ന് പുറത്തിറങ്ങുന്നത്. അന്ന് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ബഹുമാനപ്പെട്ട ഉമർ ഹാജിന്റെ ജ്യേഷ്ഠൻ, ഇതിനുപ്പരെ പേര് കുഞ്ഞമ്മദാജി. കുഞ്ഞമ്മദാജി ജീവിച്ചിരുന്നു. കുഞ്ഞമ്മദാജിയാണ് കൂടെയുള്ള ഖാദിമീങ്ങളിൽ ഒരാൾ. യാ റബ്ബ് യാ റബ്ബ്. മക്കയിൽ അന്ന് പ്രമുഖരായ പല്ലുള്ള കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഹറമിൽ എഴുത്തിക്കാഫിരുന്നു. എഴുത്തിക്കാഫിരുന്നിട്ട് എന്താണ്? ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീടുകയാണ്. ഉപ്പാപ്പാക്കുള്ള റിയാള എങ്ങനെയാണ്? അസ്മാഉൽ ഹുസ്ന ഓരോന്നും ജലാലത്ത് ചേർത്തുകൊണ്ട് ചെല്ലാണ്. അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു 1,00,000. അർ-റഹ്മാനു ജല്ല ജലാലു, അർ-റഹ്മാനു ജല്ല ജലാലു 1,00,000. അർ-റഹീമു ജല്ല ജലാലു, അർ-റഹീമു ജല്ല ജലാലു 1,00,000. അങ്ങനെ 99 അസ്മാഉൽ ഹുസ്നയും 99 ലക്ഷം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000. റമളാൻ 30 ദിവസം 10 ദിവസം മദീനയും 20 ദിവസം മക്കത്തുമായിട്ട് 30 ദിവസം കൊണ്ട് 1 കോടി പ്രാവശ്യം ഹറമിലിരുന്നു കൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീർത്ത മഹാഭാഗ്യവാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അതുകൊണ്ട് തന്നെ ഉപ്പാപ്പാനെത്തി ഏത് കേസ് മന്ത്രിക്കാൻ പറഞ്ഞാലും അധികം നമ്മളെ മാതിരി നേരമ്പോൾ കോളം മന്ത്രിക്കലൊന്നുമില്ല. എന്തുണ്ടാവും? ഒരൊറ്റ ഊതല്. അപ്പൊ എന്തുണ്ടാവും? രോഗം പറഞ്ഞതാണോ അതിന്റെ ഒരു അസ്മാവ്, അതല്ല വേറെ വല്ല വേദനയും മറ്റും പറഞ്ഞാണ്. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ആ വിഷയത്തിന് പറ്റുന്ന ഒറ്റ അസ്മാവ്, അത് ഇല്ല, ഒറ്റ ഊത്ത്, അത് മതി. ഇതൊക്കെ ചൊല്ലി റെഡിയാക്കി വെച്ചതാണ്. ആ നാവ് ഏതാണെന്നറിയോ? കോടിക്കണക്കിന് പ്രാവശ്യം ദിക്ർ ചൊല്ലിയ നാവാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം മനസ്സിലാക്കണം. ഈ നാട്ടിലെ ഉമ്മപെങ്ങന്മാരെ, ഈ നാട്ടിലെ സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ ഉപ്പാപ്പയുടെ ഹയാത്ത് കാലത്ത് നമുക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? എന്നാൽ ഉപ്പാപ്പ വിശ്രമിക്കുന്ന ആ പുണ്യസ്ഥലത്ത് ചെല്ലുക, മഹാന്മാരായ ആളുകളുടെ കഴിവ് അത് നമ്മളാരും എണ്ണിത്തിട്ടപ്പെടുത്തണ്ട. മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് അത് അറ്റമില്ലാത്തതാണ്. മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് നിങ്ങൾ നോക്കൂ, മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഹയാത്തിലുള്ളതിനേക്കാൾ പവറാണ്. ഇന്ത്യ കണ്ട ആശിക്യങ്ങളിൽപ്പെട്ട് ഏറ്റവും വലിയ ആളാണ് അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ. ബഹുമാനപ്പെട്ട അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ എത്ര മദ്ഹ് ബൈത്തുകളാണ് ഉറുദുവിലും അറബിയിലും ഒക്കെ. മഹാനവറുകളുടെ വഫാത്തിന് മുമ്പ് തന്റെ മുരീദുമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വസിയത്തിന്റെ കൂട്ടത്തിലുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ഖബർ കുഴിക്കുന്ന സമയത്ത് കീ ഖബർ, 2 ഖബറാണ്, മൂടുകല്ല് വെച്ചിട്ട് താഴേക്കുള്ള ഖബറും മേലക്കുള്ള ഖബറും. ഈ മൂടുകല്ല് വെച്ചിട്ട് താഴോട്ടുള്ള ഖബർ കുറച്ച് ആയത്തിൽ കുഴിക്കണം. എന്റെ ഖബർ നിങ്ങൾ കുറച്ച് താഴ്ത്തി കുഴിക്കണം. എന്തിനു വേണ്ടി? എനിക്ക് ഖബറിൽ എഴുന്നേറ്റ് നിൽക്കാൻ സൗകര്യം വേണം.
ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഊണിലും ഉറക്കിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം മുത്തുനബിയെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഖബറിൽ പോയി താമസം തുടങ്ങുമ്പോൾ റസൂലുള്ള എന്റെ ഖബറിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ എന്റെ ഖബറിൽ സൗകര്യം വേണം. മുത്തുനബിനെ കണ്ടുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല. മുത്തുനബിനെ കണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം. അതിന് എന്റെ കീഴ്ഖബർ നിങ്ങൾ താഴ്ത്തി കുഴിക്കണം കേട്ടോ. സാബിത്തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമീനിൽ അസീസി അലയ്യ ഫർദുൻ വതർക്കുൽ ഫർദി മാ ഹുവ മുസ്തഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ കണ്ട് എഴുന്നേറ്റ് നിൽക്കണ്ട. അപ്പൊ കുറച്ച് സ്വഹാബാക്കളൊക്കെ റസൂലുള്ളാഹി വന്നപ്പോൾ അവിടെ ഇരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാടി, ഖിയാമീനിൽ അസീസി അലയ്യ ഫർദുൻ വതർക്കുൽ ഫർദി മാ ഹുവ മുസ്തഖീം. മുത്തുനബിനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കാതിരിക്കെ അത് സാധ്യമല്ല, അത് നല്ല പണിയല്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ഖാൻ തങ്ങൾ പറഞ്ഞു, എന്റെ കീഴ്ഖബർ നിങ്ങൾ ആയത്തിൽ കുഴിക്കണം. മുത്തുനബി എന്റെ ഖബറിലേക്ക് വരുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം. മഹാന്മാരുടെ മരണാനന്തര ജീവിതമുണ്ടല്ലോ, അതെങ്ങനെയാ? മുഅ്മിനിന്റെ മരണം എങ്ങനെയാണ്? അത് ഇന്ത്യക്കാരു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖറ, നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക. നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പകരം ശാസ്ത്രം മാത്രം നോക്കി കുത്തിരിക്കാം. എന്നാ ശാസ്ത്രം പഠിച്ചുകൊണ്ടോ അതുമില്ല. ഖബർ വിശാലമാക്കണേ എന്ന് വേർന്നപ്പോ ഓൽക്കൊരു ബേജാറ്, മൂടുകല്ല് താഴെ പോവുക അല്ലേ? ഖബറിന് ഇങ്ങനെ മേലെ കല്ല് വെച്ചിട്ടില്ലേ? ഖബർ വിശാലമാക്കിയാൽ കല്ല് താഴെ പോകൂലേ നമ്മളെ? ഇപ്പത്തെ കുട്ടികളെ പുതിയ ചോദ്യമാണ്. നാളെ ഒരു പെൺകുട്ടികളെ ക്ലാസ്, പെൺകുട്ടികളൊരു ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയെ എന്നിട്ട് ചോദിച്ചു, സാധേ ഖബർ വിശാലമാക്കാന്ന് പറഞ്ഞാൽ ഖബർ വിശാലമായാൽ ഈ മൂടുകാലൊക്കെ പല താഴേക്ക് വേണ്ടി നമ്മളെ ശരീരത്തിൽ പോകൂലെന്ന്. അതാ എവിടുന്ന അവർക്ക് ചോദിക്കണത്? ഇതൊക്കെ എക്സ് മുസ്ലിം എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കണ ചോദ്യം. അപ്പൊ ഞാൻ ആ പെൺകുട്ടിനോട് പറഞ്ഞു, പടച്ചോനെ നിങ്ങളൊക്കെ ഗർഭിണികളാകുമ്പോ കുട്ടിക്ക് കിടക്കാൻ അള്ളാഹു ഗർഭാശയം വിശാലമാക്കട്ടെ. അപ്പൊ ആ കുട്ടി ആമീമ. അപ്പൊ എന്റെ ഗർഭാശയം വിശാലമായ പള്ള പൊട്ടിപ്പോകുന്നു ചോദിച്ചത്. അപ്പോഴാണ് വിശാലമാക്കലിന് ഏതൊക്കെ അർത്ഥമുണ്ടെന്ന് ചിന്തിക്കേണ്ടത്. കുട്ടി ഗർഭാശയത്തിൽ കിടക്കണം 4-ാം മാസം, അതിനേക്കാൾ വിശാലമായി 6-ാം മാസം, അതിനേക്കാൾ വിശാലമായി 8-ാം മാസം, അതിനേക്കാൾ വിശാലമായി 9-ാം മാസം. നോക്കുമ്പോൾ ഗർഭാശയത്തിൽ 2 കുട്ടികൾ, അപ്പൊ കുറച്ചും കൂടി വിശാലമായി. ഗർഭാശയം വിശാലാകുന്നതിനനുസരിച്ച് വയറു കൂട്ടിയോ? എന്നാ ഖബർ വിശാലമാകുമ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെച്ചു. യുക്തി ചോദ്യം ഇന്ന് ഏറെ കൂടുതലാണ്. അതിനെല്ലാവർക്കും നല്ല ഉഷാറുമാണ്. ഇവിടെ എത്ര ആൾക്കാരാണ് പുതിയ വാദഗതിക്കാരുമായിട്ട് അല്ലേ? അല്ലാ, പാർട്ടി മാറിയിട്ട് പുതിയ ബിദ്അത്തിനൊക്കെ ചേരുമ്പോൾ നോക്കിക്കോളി, ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു സലാം കിട്ടൂല, ഒരു ആമീൻ കിട്ടൂല, ഒരു ഹറഫ് ഖുർആൻ കേൾക്കാൻ കഴിയൂല. അടുത്തടുത്ത് ഖബറുണ്ട്. ഈ ഖബറിലേക്ക് ഖുർആൻ ഇങ്ങനെ വരും, അപ്പുറത്തെ ഖബറിലേക്ക് ഖുർആന്റെ ഒരു വാസനയും കൂടി കിട്ടൂല. എന്തുകൊണ്ട്? ഇത് വഹാബി, അത് ജമാഅത്ത്, ഇത് സുന്നത്തി ജമാഅത്ത്. മനസ്സിലാക്കണം. ഖബറിലെ സ്ഥിതി എന്താന്ന് അറിയങ്ങള്? മാപ്പിളയും പെണ്ണുങ്ങളും കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കാണ്. അല്ലാഹു റബ്ബി, പെണ്ണുങ്ങൾ രാത്രി സ്വപ്നം കണ്ട്, പെണ്ണുങ്ങൾ രാത്രി സ്വപ്നം കണ്ടിട്ട് ഒരു ആന വരിക, എന്നിട്ട് ഇവളെ ചവിട്ടുക, അതൊക്കെ ഓള് പേടിക്കുക, കരയുക, ബാക്കിയുള്ളതൊക്കെ. ഭർത്താവ് വല്ല വിവരം അറിയുന്നുണ്ടോ? എന്നാ പിന്നെ ഖബർ അടുത്തടുത്ത് ഖബറുണ്ട്, അവിടുത്തെ ലോകം വേറെയാണ്. അത് റൂഹിന്റെ ലോകമാണ്, അത് റൂഹിന്റെ ലോകമാണ്. അവിടുത്തെ വെച്ചുകൊണ്ട് ഇവിടെ കളിക്കണ്ട. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, താജുൽ ഉലമ ഉപ്പാപ്പ എത്രയാണ് നമുക്ക് കാണിച്ചു തന്നത്? അസ്മാഉൽ ഹുസ്ന എത്രയാണ് ഉപ്പാപ്പ ചൊല്ലി തീർത്തത്? കോടികൾ. ഓ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആന്റെ പാരായണം ഉപ്പാപ്പ എത്രയാണ് ഓതിയത്? ആയിരക്കണക്കിന് ഉപ്പാപ്പാന്റെ ഖബറിലേക്ക് യാത്രയാകുമ്പോൾ എത്ര ഖുർആൻ ഖത്തം തീർത്തതുമായിട്ടാണ് പോയിട്ടുള്ളത്. ഓർത്തു നോക്കൂ സഹോദരന്മാരെ. 15-ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഖുർആൻ 30 മനഃപ്പാഠമാക്കിയിട്ട് അന്ന് മുതൽക്ക് ഓതാൻ തുടങ്ങിയിരിക്കുന്ന ഖുർആന്റെ ഖത്തമുകൾ റമദാനിൽ എല്ലാ റമദാനിലും 15 ഖത്തം തീർക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം. ഒരു റമദാനിൽ ഉപ്പാപ്പാക്ക് 13 ഖത്തമേ തീർന്നുള്ളൂ. അന്ന് ഉപ്പാപ്പ എത്രയാണ് കരഞ്ഞത്? ഓ പ്രിയപ്പെട്ടവരെ, റബ്ബിന് മുമ്പിൽ കരയണം വല്ലാതെ.
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോട് താജുൽ ഉലമ ഉപ്പാപ്പയെ നമ്മൾ പഠിക്കുക. ഉപ്പാപ്പ എത്രയാണ് കരഞ്ഞത്. നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിന്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കണം. അത് എത്രയാണ് ഇതിന്റെ മൂല്യം, കണ്ണീരിന്റെ മൂല്യം എത്രയാണ്. നമ്മുടെ കയ്യിൽ അള്ളാഹു തആല തന്നിരിക്കുന്ന നിധിയാണ് കണ്ണുനീര്. കണ്ണുനീരാകുന്ന നിധി, അതിന്റെ ഒരു ശക്തി എത്രയാണ്. ഫയർ ഫോഴ്സ് കണ്ടില്ലേ നിങ്ങൾ? അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണു. ആളിക്കത്തുന്ന തീ, ഫയർ ഫോഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് തീ കെടുത്താണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നരകത്തിന്റെ ചൂടൊന്ന് ഓർത്തു നോക്കൂ. ആ തീ കെടുത്താൻ ആർക്കാണ് കഴിയുക? ആ തീ കെടുത്താൻ ആർക്കാ കഴിയുക? ഒരു സിഗരറ്റ് വലിക്കണ സമയത്ത് നമ്മൾ സിഗരറ്റ് ഒന്ന് തല മാറി വലിച്ചു, എന്താ സ്ഥിതിയാവുക? എങ്ങനെ ഉണ്ടാവും? ആ തീയുള്ള ഭാഗമാണ് പിന്നെ വലിച്ചത് അല്ലേ? ഒരു സെക്കൻഡ് സിഗരറ്റ് ഒന്ന് തല മാറി വലിച്ച് തീ എന്തായി? ചുണ്ട് പൊള്ളി, പുറത്തിറങ്ങാൻ പറ്റില്ല. മനുഷ്യനോട് പറയാൻ പറ്റുമോ സിഗരറ്റ് തല മാറി വലിച്ചു? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു സിഗരറ്റ് മേൽ എത്രയാണ് തീയുള്ളത്? അതിന്റെ എത്ര കോടി ഇരട്ടിയാണ് ദുനിയാവിന്റെ തീ, അതിന്റെ എത്ര കോടി ഇരട്ടിയാണ് നരകത്തിന്റെ തീ. എങ്കിൽ ആ നരകത്തിന്റെ തീ കെടുത്തിക്കളയാൻ പറ്റുന്ന ഒരു ഫയർ ഫോഴ്സ്, അത് നമ്മുടെ കണ്ണിൽ അല്ലാഹു തആല തന്ന കണ്ണുനീരാണ്. ആ കണ്ണുനീർ ഉറ്റിക്കോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കരയാത്ത ഒരു വലിയും കരയാത്ത ഒരു നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആരൊക്കെ കണ്ണീരൊഴുക്കിയോ അവർക്കൊക്കെ പരലോക മോക്ഷം, സ്വർഗം കിട്ടിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഒരു സംഭവം പറയട്ടെ. ബൈഅത്തുൽ റിദ്വാൻ സംഭവം നടക്കാണ്. ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 84 സ്വഹാബാക്കളും നബിതങ്ങളും ഒരു മരത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടിയിരുന്നു. റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്തിരുന്നു കൊണ്ട് സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്യുകയാണ്. സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്യാൻ മുത്തനബിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഷഹാദത്തി കലിമ ചൊല്ലിക്കൊണ്ട് ബൈഅത്ത് ചെയ്തു. ഒരു മരത്തിന്റെ തണലിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്തു. അടുത്താള് ആ ബൈഅത്ത് ചെയ്യുന്ന സ്വഹാബാക്കൾക്ക് തണലിട്ട് കൊടുത്തുകൊണ്ട്, ആ സ്വഹാബാക്കൾക്ക് തണലിട്ട് കൊടുത്തുകൊണ്ട് ആ മരത്തിന്റെ ഒരു വല്ലാത്ത സന്തോഷം. ഈ നബിതങ്ങൾക്കും സ്വഹാബാക്കൾക്കും തണലിട്ട് കൊടുക്കണം ആ മരം. യാ റബ്ബ് യാ റബ്ബ്. 83 സ്വഹാബാക്കളും ബൈഅത്ത് ചെയ്തു. 83 സ്വഹാബാക്കളും ബൈഅത്ത് ചെയ്തു. 84ാമത് ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. പഴന്ന് മതിയാക്കാനായ മട്ടുണ്ട്. തങ്ങന്മാരും മറ്റുമൊക്കെ റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. അല്ലെ നിങ്ങൾ വരുന്നേ വരെയല്ലോ പറയണ്ടേ? വലിയ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മലേഷ്യയില് മലേഷ്യയിൽ ഷാഹുൽ ഹമീദ് സാഹിബ് പ്രസിദ്ധനായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനിയാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉപ്പാപ്പയൊക്കെ അവിടെ പോയ സമയത്തടക്കം എല്ലാ സംഗതിയും, എല്ലാ ഉറൂസിനും താജുൽ ഉലമ ഉപ്പാപ്പയുടെ അന്ന് മുതൽക്കേ എല്ലാ സഹായവും ചെയ്യുന്ന അദ്ദേഹം വഫാത്തായി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ കിട്ടിയത്. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ച, ഉപ്പാപ്പാനെ മഹബത്ത് വെച്ച, ഖുറാത്തങ്ങളെ മഹബത്ത് വെച്ച ആ മഹബത്തിന്റെ ഫലം അദ്ദേഹത്തിന്റെ ബർസഖി ലോകത്ത് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒന്ന് പറയാം. അപ്പോ എന്തേ പറഞ്ഞു നമ്മള് ഇവിടെ ഇപ്പോ ഇത് കുടിക്കാൻ പറ്റുമോ? തങ്ങളെ കൈകൊണ്ടായിക്കോട്ടെ. അതാ തങ്ങൾ പറഞ്ഞത് അതന്നെ.